നീ ഇവിടെ എത്തിയോ? നിന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ? മിസ്റ്റർ ദേവ് മഹേന്ദ്ര, ഞാൻ സരിതയുടെ ഭർത്താവാണ്. എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പൊ തന്നെ തീർത്തു കളയാം. സരിതയ്ക്ക് നിന്നോട് വളരെ ബഹുമാനമാണ്. എന്നിട്ട് നീ അവളോട് എന്താ കാണിക്കുന്നേ? ഇനി എന്ത് വേണമെന്ന് സരിത ഡിസൈഡ് ചെയ്യട്ടെ. ഔട്ട്. എന്നെ കൂടെ കിടത്താനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ വന്നു? ഞാൻ എങ്ങനെ ഇവിടെ എത്തിയ? ഞാൻ എങ്ങനെ വന്നേന്ന്? സരിത, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ആ ദേവമഹേന്ദ്രൻ നിന്നോട് മോശമായിട്ട് പെരുമാറാൻ നോക്കി. അവിടെ നിന്നെ ഒറ്റക്കിട്ടിട്ട് തിരിച്ചു വരാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് നിന്നെ കൊണ്ടുവന്നു. അതാ സംഭവിച്ചത്. എനിക്കിപ്പോ ഓർമ്മ വന്നു ഇന്നലെ എന്താ സംഭവിച്ചെന്ന്. ഇതിന്റെ ഇടയിൽ ഞാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ട്. എത്ര ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ടെന്നറിയോ? പക്ഷേ മഹേന്ദ്രയെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അയാൾ ഇത്ര വൃത്തികെട്ടവനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ലെറ്റ് മീ ജസ്റ്റ്. അങ്ങനെ സരിത തന്റെ ലാപ്ടോപ്പ് തുറന്നു നോക്കി. ഇമെയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവൾ ഒരു മെയിൽ അതിൽ കണ്ടു. അത് കണ്ട് സരിത ഞെട്ടിപ്പോയി. ഇതെങ്ങനെ സംഭവിക്കാനാ? എന്റെ ഡ്രീം പ്രൊജക്ട് അപ്രൂവ് ചെയ്യില്ലെന്നും പറഞ്ഞ് ഈ ഓഫീസർ മെയിൽ അയച്ചിരിക്കുന്നു. നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് നീ കാരണം നഷ്ടമായത്. ശരിക്കും പറഞ്ഞാൽ നീ ഫാമിലി ബിസിനസ്സിന് ഒട്ടും യോഗ്യല്ല. ഈ ഗിൽ കൺസ്ട്രക്ഷന് ഇനി നിന്നെ ആവശ്യമില്ല. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ഈ ഒരൊറ്റ മെയില് കാരണം എന്റെ ഈ ഡ്രീം പ്രൊജക്ട് വേറെ ആളുടെ കയ്യിലായി. മുത്തശ്ശൻ പറഞ്ഞു ഈ പ്രൊജക്ട് എന്റെ ഇന്ന് തിരിച്ചു മേടിക്കാന്ന്. ഇത് മാത്രമല്ല, എന്നെ കമ്പനിന്ന് പിരിച്ചുവിട്ടു. ഒരു പ്രോജക്റ്റ് കിട്ടിയില്ലെന്നുള്ള പേരില് എന്തിനാ വെറുതെ കമ്പനിന്ന് പുറത്താക്കുന്നേ? ഒരു അപ്രൂവൽ കിട്ടിയില്ലെന്ന് പറഞ്ഞ് നീ എന്ത് ചെയ്യാനാ? സരിത, ഈ ലോകത്ത് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. ഒരിക്കലെങ്കിലും നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം എന്താ? ഓ, അതായത് നീ നിന്നെ തന്നെ അതിബുദ്ധിമാനായിട്ടാണോ കണക്കാക്കുന്നത്? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ കൂടെ വാ, നിന്റെ മുത്തശ്ശനോട് സംസാരിക്കാം നമുക്ക്. ഈ പുതിയ ബിൽഡിംഗിന്റെ പ്രോജക്റ്റ് ഗിൽ കൺസ്ട്രക്ഷന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. പക്ഷെ അത് നീ നിസ്സാരമായിട്ടാണ് കണ്ടത്. വൈ? മുത്തശ്ശ, ഐ ഫീൽ ലൈക്ക്. എന്തുകൊണ്ടാണ് നിനക്കത് ചെയ്യാൻ പറ്റാതെ പോയത്? ഞാൻ ഈ പ്രോജക്റ്റ് നിന്റെ കസിൻ ശൗര്യക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇന്നു മുതൽ അവനായിരിക്കും ഈ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുക. മുത്തശ്ശ, പ്ലീസ്, ശൗര്യക്ക് ഈ പ്രൊജക്ട് കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു അവസരം കൂടെ തരാമോ? പ്ലീസ് മുത്തശ്ശ. പക്ഷേ ഈ അവസരം നീ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ പുറത്തു പോകേണ്ടി വരും. ഐ ഹോപ്പ് ഐ എം ക്ലിയർ ഓൺ ദാറ്റ്. ശരി മുത്തശ്ശ, അബ്സല്യൂട്ട്ലി. പറയൂ സരിത മാഡം, എന്താ കാര്യം? ഗിൽ കൺസ്ട്രക്ഷൻസിന്റെ ആ ബിൽഡിംഗ് ഇല്ലേ, അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാണ്. മാത്രമല്ല എല്ലായിടത്തും റൂൾസും റെഗുലേഷൻസും ഒക്കെ കറക്റ്റാണ്. എന്നിട്ടും ഞങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ വന്നത്. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്ത. കാമിനി, നീ എന്താ ഇവിടെ? ഞാൻ ഇവിടെയാ ജോലി ചെയ്യുന്നത്. നീ ഇപ്പൊ ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന സക്സേന ഉണ്ടല്ലോ, ഇതെന്റെ ഭർത്താവാ. നിനക്ക് ഞങ്ങളുടെ അപ്രൂവലിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞാനാ ഇദ്ദേഹത്തോട് വേണ്ടാന്ന് പറഞ്ഞു. അദ്ദേഹം ഇന്ന് അത്ര വലിയ പൊസിഷനില്ല. അദ്ദേഹം വിചാരിച്ചാൽ നിനക്ക് ജോലി കിട്ടുകയും ചെയ്യും, നിന്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. പക്ഷെ നീ ഭയങ്കര കാശുകാരല്ലേ സരിതേ? എന്നാ പോ, ആരെ കൊണ്ട് വേണമെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യിക്ക്. കാമിനി, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ തെറ്റാന്ന് സമ്മതിക്കുന്നു. ഞാൻ ഇപ്പൊ ഒരുപാട് മാറി. പ്ലീസ്, പറ്റുവാണെങ്കിൽ അതൊക്കെ ഒന്ന് മറക്ക്. എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല സരിതേ. അന്നെന്റെ കല്യാണം ഉറപ്പിച്ച ദിവസം ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ ആ കാര്യം സന്തോഷത്തോടെ പറയായിരുന്നു.
അന്ന് നീ എന്റെ ഭർത്താവാവാൻ പോകുന്ന ആളെ കുറിച്ച് കേട്ട് എല്ലാവരുടെ മുമ്പ് വെച്ച് അദ്ദേഹത്തെ അപമാനിച്ചു. എന്നെ നിങ്ങൾ കുറെ കളിയാക്കി. നിങ്ങൾ എല്ലാവരും എന്നെ നോക്കി കളിയാക്കി ചിരിച്ചു. ഞാൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നെ. കമ്പനി ഇതേ നോക്ക്, അതൊക്കെ എന്റെ അറിവില്ലായ്മയാണ്. അതില് എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. കുറ്റബോധം തോന്നിയോണ്ട് കാര്യമൊന്നും ഇല്ല സരിതേ. അന്നത്തെ പ്രതിഫലം നീ ഇന്ന് വാങ്ങേണ്ടി വരും. അപമാനത്തിന് പകരം അപമാനം തന്നെയാ കിട്ടുക. എന്നുവെച്ചാ ഇത് നിന്റെ ഭർത്താവല്ലേ? ഇയാൾ ഇതുവരെ എന്തു വലിയ കാര്യമാ ചെയ്തേ? ഇയാൾക്ക് എന്റെ ഭർത്താവിന്റെ നേരെ നിൽക്കാൻ പോലുള്ള യോഗ്യതയില്ല. അല്ല, ഞാൻ കേട്ടു ഇയാള് നിന്റെ വീട്ടിലാ താമസിക്കുന്നതെന്ന്. കമ്പനി നീ ലിമിറ്റ് കിടക്കുന്നു. അതിന് ഞാൻ ഇതുവരെ ഒന്നും പറയാൻ തുടങ്ങിയില്ലല്ലോ സരിതേ. ശരി, എന്നാ കേക്ക്. നിനക്ക് അപ്രൂവൽ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനോട് പറ, എന്റെ ഭർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അപ്രൂവലിന് വേണ്ടി യാചിക്കാനായിട്ട്. കമ്പനി നീ പുറത്തേക്കുള്ള വാതിൽ അവിടെയാ സരിതേ. ഹോ, ചില കാര്യങ്ങളൊക്കെ വിധിയാണടോ. സോ സാഡ്. ഈ പ്രൊജക്ട് ചെയ്യാനുള്ള വിധി എനിക്ക് മാത്രമാ. ഈ കാര്യം നിനക്കെങ്ങാനും കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെ സമാധാനായിട്ടിരിക്കും? നിന്നെ ഈ കമ്പനിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ പുറത്താക്കും. നീ വെറുതെ ടെൻഷനൊന്നും ആവണ്ട. ഞാനില്ലേ, എല്ലാത്തിനും വഴി ഞാൻ കണ്ടുപിടിച്ചു. നീ തൽക്കാലം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. നിന്റെ ഒന്നിനും കൊള്ളാത്ത ഭർത്താവിന്റെ കൂടെ. അവന് കഞ്ഞിയൊക്കെ വെച്ചു കൊടുത്ത് നല്ല ഭാര്യയായിട്ടിരിക്കെ. അല്ല, നിന്റെ ഭർത്താവിനെ കാണുന്നില്ലല്ലോ. അവൻ നിന്റെ കൂടെ അപ്പോ വന്നില്ലേ? ആ കണ്ണാടിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പുറത്തുനിന്ന് വ്യക്തമായി കാണാമായിരുന്നു. ആ നിമിഷം സരിത കണ്ടത് അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അകത്ത് ആകാശ് സ്റ്റാഫിന് മുന്നിൽ വെച്ച് കേണപേക്ഷിക്കുകയായിരുന്നു അപ്രൂവലിന് വേണ്ടി. സത്യം പറഞ്ഞാ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അയാള്. അയാൾ നിനക്ക് വേണ്ടി എന്തും ചെയ്യും. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരാള്? അത് വിട്. കൺഗ്രാചുലേഷൻസ്, നിനക്ക് ഞങ്ങളുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിന് പൈസ കൊടുത്തതാ. ആ പൈസ നിനക്ക് തിരിച്ചു കിട്ടും. എനിക്ക് എന്റെ കണക്ക് തീർക്കുന്നതായിരുന്നു പ്രധാനം. നീ എന്താ നിന്നെ പറ്റി വിചാരിച്ച്? എന്തിനിങ്ങനെയൊക്കെ ചെയ്തേ? നീ എന്താ വിചാരിച്ചത്? നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നഷ്ടപ്പെട്ടതൊക്കെ ഇവക്ക് തിരിച്ചു കിട്ടുമെന്നാ? ഞാനുള്ളപ്പോ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ മാത്രമല്ല, ഈ ലോകത്ത് ആര് വിചാരിച്ചാലും സരിതയെ തടയാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, നീ ഇവളെ എത്ര കാലം പ്രൊട്ടക്ട് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. ഞാനുള്ളപ്പോ നീ എന്ത് ചെയ്യുമെന്ന്. നിങ്ങളുടെ ബന്ധം തന്നെ ഇല്ലാതാവും. ഓ, അങ്ങനെയാണോ? എന്നാ നമുക്ക് നോക്കാം. ഞാൻ ഈ ആകാശിനോട് ഒരു ജോലിയാ പറഞ്ഞത്. അതുപോലും അയാളെ കൊണ്ട് നടക്കില്ല. ഇപ്പൊ കുറച്ചധികം നെകളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ആകാശിനെയും സരിതയെയും നമുക്ക് നാണം കെടുത്തി വിടണം. അതിന് ആകാശിനെ തന്നെ ആയുധമാക്കണം. ഈ 10 വയസ്സേക്ക് വിലയില്ലാത്തവൻ ഇട്ടേക്കുന്നത് ഇത്രയും വിലയുള്ള സൂട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. സരിത, വെൽക്കം മോളെ. ആകാശ്, വെൽക്കം ടു ദ പാർട്ടി. കം, ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക്. വരൂ. എന്താന്നറിയില്ല, സരിതയ്ക്ക് ഈയിടെയായിട്ട് ഇവനെ ഭയങ്കര കാര്യമാണ്. എന്താ ഇവക്ക് പറ്റിയെന്നറിയില്ല. ശരിയാ, ഇന്ന് രണ്ടും കുറച്ച് ഓവറാണ്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നീ കണ്ടോ? അല്ല ആകാശ്, നിനക്ക് ഈ സ്യൂട്ട് എവിടെ നടാ കിട്ടിയേ? ഓ, ഭാര്യ വീട്ടിൽ നിൽക്കുന്ന ഒരു ഭർത്താവ് ഭാര്യയുടെ ചെലവിലായിരിക്കുമല്ലോ ഇതൊക്കെ വാങ്ങിക്കുക. എന്നാലും ഇത് വാങ്ങിച്ചിടുമ്പോ നിനക്കെങ്കിലും ലേശം നാണം തോന്നുന്നുണ്ടടാ. അതെ ചേട്ടാ, ഇവൻ പറഞ്ഞൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഒന്നുമില്ലേലും ചേട്ടൻ നമ്മുടെ വീട്ടിലല്ലേ സ്ഥിരതാമസം. അല്ലെങ്കിലും വലിഞ്ഞു കയറി നിൽക്കുന്നവർക്ക് നമ്മൾ വേണ്ടേ ചെലവിന് കൊടുക്കാൻ, അല്ലേ? പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ ചെലവിൽ അടിച്ചു പൊളിച്ച് കഴിയുന്നതിൽ ഇത്ര തെറ്റെന്താ? അയ്യോ, സോറി. ഇതാ നോക്ക് സന്ധ്യ, നിനക്ക് തോന്നുന്നുണ്ടോ സരിതയ്ക്ക് ഇവനെ ശരിക്കും ഇഷ്ടമാണെന്ന്? നിനക്ക് അങ്ങനെ എന്താ തോന്നുന്നില്ലേ? നീ അങ്ങോട്ട് നോക്കിയേ, ഭർത്താവിനെ വിട്ടിട്ട് അവൾ എന്താ ചെയ്യുന്നെന്ന്. ആ, അത് ശരിയാ.
ഒന്നുമില്ലെങ്കിലും ഇന്നത്തെ ദിവസം അവൾക്ക് അവളുടെ ഭർത്താവിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു. ചേട്ടാ പിന്നെ വിട്ടുകളാ, വാ നമുക്ക് എൻജോയ് ചെയ്യാം. വേണ്ട, ഞാൻ കുടിക്കില്ല. അയ്യോ കമോൺ ആകാശ്, പാർട്ടിക്ക് വന്ന ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ. നീ ഇത് കുടിക്കില്ല. കുടിക്കടോ, കുടിക്ക്. യെസ്, ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് ബോയ്. ഏയ് ചേട്ടാ, ഞാൻ തന്നാ കുടിക്കില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ദേ ദേ കുടിച്ചേ കുടിച്ചേ കുടിച്ചേ. ആ വേഗം 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 വേഗം. ആ കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. ആ അങ്ങനെ തന്നെ ചേട്ടാ. എല്ലാവരും ഇങ്ങോട്ടേക്കൊന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മരുമകൻ. നിങ്ങൾ ഇവന്റെ വേഷം കണ്ടില്ലേ? ഇവന് പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ല, വല്ല വരുമാനവും ഉണ്ടോ? കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നുമില്ല. ഇവനിവിടെ ജീവിക്കുന്നത് തന്നെ ഞങ്ങളുടെ ഔദാര്യത്തിലാ. ഓ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇതിനു വേണ്ടിയാണല്ലോ എനിക്ക് മദ്യം തന്നത്. നീ എന്റെ മനസ്സിലുള്ളത് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുകയല്ലേ? എന്നാ കേട്ടോ. നീയുണ്ടല്ലോ നല്ല ഒന്നാന്തരം കള്ളനും ഒരു കഴിവുമില്ലാത്തവനാ. ഗിൽ കൺസ്ട്രക്ഷൻസ് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് മാത്രമാ നീ ജീവിക്കുന്നേ. നീ സരിതയെ തോൽപ്പിക്കാൻ പിന്നിൽ നിന്ന് കളിക്കുകയല്ലേ? നീ ഒരു നിലപാടില്ലാത്തവനല്ലേ? നീ എന്ത് തോന്നിവാസോടെ പറയുന്നേ? നിർത്ത്, മതി, വായടക്ക്. ഞാൻ ഇനിയും പറഞ്ഞു കഴിഞ്ഞില്ല. ഈ ബിസിനസ് നിന്റേതാക്കി എടുക്കാനായിട്ട് ഓരോ കരുക്കളായിട്ട് നീക്കുകയാണ്. നീ നിന്റെ അച്ഛൻ നീരജ് ഗില്ലിനോടൊപ്പം ചേർന്ന് മുത്തശ്ശനോട് ഓരോന്ന് പറഞ്ഞ് എല്ലാം കൈക്കലാക്കി സരിതയെ പുറത്താക്കാനല്ലേ നോക്കുന്നേ? ആകാശ്, സ്റ്റോപ്പ് ഇറ്റ്. നീ എന്താ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മുത്തശ്ശ 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 മുത്തശ്ശ, നിങ്ങൾ എന്താ ചെയ്യണേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ സരിതയ്ക്ക് അവസരങ്ങൾ കൊടുക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ശൗര്യം മാത്രമാ ഉള്ളേ. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ശൗര്യ കമ്പനിയിലും കയറ്റാം, സരിതയെ പറഞ്ഞ് വിടുകയും ചെയ്യാം. യു ആർ ഡിസ്ഗസ്റ്റിംഗ്. ആകാശ്, നിന്റെ നില മറക്കരുത്. ഇത് ഞങ്ങളുടെ മുത്തശ്ശനാ. നിന്നേക്കാൾ പ്രായം കൊണ്ടും പദവി കൊണ്ടും സ്ഥാനം കൊണ്ടും മേളില. സന്ധ്യേ, എന്റെ സന്ധ്യേ, നിന്നെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. എനിക്ക് നന്നായിട്ട് അറിയാം സരിതയെ തോപ്പിക്കാൻ വേണ്ടി നീയും ശൗര്യയും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. കാരണം നീ ശൗര്യയുടെ അമ്മാവന്റെ മകളല്ലേ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങള് രണ്ടുപേരും ഒരുപോലെ തന്നെയാ ചിന്തിക്കുന്നേ. സരിതയെ തോൽപ്പിക്കാനുള്ള കാര്യം വരുമ്പോ പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ട. എനിക്കറിയാം നിങ്ങൾ എനിക്ക് മദ്യം തന്നത് ഞാൻ സരിതയെ കുറിച്ച് മോശമായിട്ട് പറയാനാ അല്ലേ? പക്ഷെ നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ തെറ്റിപ്പോയി. ഞാൻ സരിതയുടെ ഒപ്പം തന്നെയാ. ഞാൻ ഉള്ളിടത്തോളം കാലം സരിതയെ ആർക്കും ഒരു ചൂക്കും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? ശൗര്യ, സരിത നിങ്ങൾ എല്ലാവരെക്കാളും നല്ല കഴിവുള്ളവളാണ്. നിങ്ങൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും, നിങ്ങൾ എന്തൊക്കെ ചതി ചെയ്താലും അവസാന വിജയം അവളുടെ ഒപ്പമായിരിക്കും. നീ നിന്റെ വായൊന്ന് അടച്ചു വെക്കുന്നുണ്ടോ? ഇപ്പൊ തന്നെ നീ എന്തൊക്കെ തോന്നിവാസാടെ പറഞ്ഞ് ഇറങ്ങി പോടാ ഇവിടുന്ന്. ഇന്ന് നിങ്ങൾ രണ്ടുപേരും ചെയ്തത് വളരെ നാണം കെട്ട പരിപാടിയാണ്. ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയ്ക്ക് തരം താഴ്ന്നു പോകുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഇനി മുതല് ആകാശിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തു വെച്ചോ, ഇദ്ദേഹം എന്റെ ഭർത്താവാണ്. ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു ബന്ധം അകലാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനി മുതല് ആകാശിനെതിരായി എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ ഞാൻ ആരും വെറുതെ വിടില്ല. വാ പോ. ഇവിടെ എന്താ നടക്കുന്നേ? കള്ളു കുടിച്ചവൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ സരിതയോ, അവൾ എങ്ങനെ അവന്റെ കൂടെ ജീവിക്കുന്നേ? അതിന് നമ്മളിപ്പോ എന്താ ചെയ്യാ? സരിതയുടെ അച്ഛൻ ഈ ഒന്നിനും കൊള്ളാത്തവനെ പിടിച്ച് നമ്മുടെ തലയെ വെച്ചത്. ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനാദ്യം വേണ്ടത് അവരെ രണ്ടുപേരെയും തമ്മിൽ പിരിക്കുക എന്നുള്ളതാ. അതെങ്ങനെയാ?
ശരി, നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ നീ ചെയ്തോ. പക്ഷെ ഒരു കാര്യം ഓർമ്മ വെക്കണം, സരിതയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതാലോചിച്ച് പേടിക്കണ്ട, സരിതയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഇന്നിവിടെ സംഭവിച്ചതിന് പിന്നില് സന്ധ്യയും ശൗര്യം തന്നെയാണ്. എന്നാലും എനിക്ക് അവരോട് നന്ദിയുണ്ട്. അതുകൊണ്ടല്ലേ ആകാശിന്റെ മനസ്സിലെ ഫീലിങ്സ് ഒക്കെ പുറത്തു വന്നത്. ഇനി എനിക്ക് ധൈര്യമുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ആകാശ് എന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നു. സരിത, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. സോറി, അവിടെ വെച്ച് അങ്ങനെ പെരുമാറിയതില് നിന്നോട് ഞാൻ മാപ്പി ചോദിക്കാം. സരിത, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. നിനക്ക് വിഷമം വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. എന്നും നിന്റെ കൂടെ തന്നെ ഞാൻ കാണും. നിന്നെ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. എന്തുപറ്റി? ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാട്ടോ. ശൗര്യ അയച്ച ആ മെസ്സേജിൽ അഹാന്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിലവൻ മറ്റൊരു പെണ്ണിനൊപ്പമായിരുന്നു, അതും വിവസ്ത്രനായി. രണ്ടുപേരും ഒരു കിടക്കയിലായിരുന്നു. അപ്പോൾ ആകാശിന് മറ്റൊരു മെസ്സേജ് കൂടി വന്നു. നിന്റെ ഈ ഫോട്ടോസ് എല്ലാം സരിതയെന്ന് കാണും. പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ നോക്കാം. ഈ മെസ്സേജ് കണ്ടപ്പോൾ ആകാശിന് വല്ലാത്ത പരിഭ്രമമായി. അവിടെ നിൽക്ക്. ഇനി ഈ വീട്ടിൽ കാലു കുത്താൻ പോലും നിനക്ക് അവകാശമില്ല. ഇന്നലെ വരെ നീ ഒന്നിനും കൊള്ളാത്തവൻ മാത്രമായിരുന്നു. ഇന്ന് നീ നാണക്കേട് കൂടി ഉണ്ടാക്കി. നിനക്ക് ഇതിനൊക്കെ എങ്ങനെ ധൈര്യം വന്നു? എന്റെ മോളെ നീ ചതിക്കായിരുന്നില്ലേ? ഇത് നുണയാണ്. എനിക്കറിയില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. നീ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ അത് നീയാണെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാവും. ഇത് പറഞ്ഞുകൊണ്ട് ശൗര്യ സരിതയുടെ കയ്യിലേക്ക് ഫോൺ കൈമാറി. സരിത ഞെട്ടലോടെ എല്ലാ ഫോട്ടോയും കണ്ടു. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. വിശ്വസിക്കാനാവാതെ അവൾ ആകാശിന്റെ മുഖത്തേക്ക് നോക്കി. ഇത് വിശ്വസിക്കരുത്. ഇവരെല്ലാവരും കൂടി നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുക. എനിക്കറിയില്ല ഈ ഫോട്ടോസ് എവിടെന്നാ വന്നതെന്ന്, എങ്ങനെയാ വന്നതെന്ന്. ഇവരെല്ലാവരും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ആണോ? എങ്കിൽ സത്യം എന്താന്ന് നിങ്ങൾ തന്നെ പറ. പൈസക്കുള്ള ആർത്തി കൊണ്ടല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചത്. പക്ഷെ പണത്തോടുള്ള നിങ്ങളുടെ ആർത്തി ഇതുവരെ തീർന്നിട്ടില്ല. നിങ്ങള് എന്ത് ബന്ധത്തിന്റെ കാര്യമാ പറഞ്ഞേ? അതിന് അങ്ങനെ ഒരു ബന്ധം ഇതുവരെ ഇല്ലല്ലോ. സരിത നിറകണ്ണുകളോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. സരിത, നിന്റെ മുമ്പിലുള്ളത് ഡിവോഴ്സ് പേപ്പറാണ്. മിണ്ടാതെ സൈൻ ചെയ്തോ. ഈ മനുഷ്യന്റെ കൂടെ ഇനി ഒരു മിനിറ്റ് കൂടി നീ ജീവിക്കരുത്. ഒരിക്കൽ കൂടി സരിത ആകാശിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ കണ്ട് ആകാശിന്റെ ഹൃദയം തകർന്നു. സരിത ഉറച്ച കാൽവയ്പുകളോടെ ആ ടേബിളിനടുത്തേക്ക് നടന്നു. അവിടെ ഡിവോഴ്സ് പേപ്പറുകൾ ഉണ്ടായിരുന്നു. ഇത് കണ്ട് ആകാശിന്റെ നെഞ്ചിടിപ്പ് കൂടി. സരിത, നീ എന്താ ആലോചിക്കുന്നേ? പേപ്പേഴ്സിൽ സൈൻ ചെയ്. എന്നിട്ട് ഇയാളിന്ന് രക്ഷപ്പെടാൻ നോക്ക്. അല്ലെങ്കിൽ തന്നെ അപമാനം അല്ലാതെ ഇയാൾ നിനക്ക് എന്താ തന്നിട്ടുള്ളേ? സന്ധ്യ പറയുന്നത് ശരിയാണ് സരിത. ഈ പേപ്പറിൽ സൈൻ ചെയ്ത് അവന്റെ മുഖത്തേക്ക് എറിയ. നിന്നെ ചതിക്കാനും മാത്രം ധൈര്യം ഇവനുണ്ടായോ? പെട്ടെന്ന് സരിത തന്റെ കയ്യിലിരുന്ന പേന വലിച്ചെറിഞ്ഞു. ഇത് കണ്ട് ശൗര്യയും സന്ധ്യയും അത്ഭുതപ്പെട്ടു. അപ്പോൾ യാമിനി ഉറക്കെ പറഞ്ഞു, സരിത, നിനക്കെന്താ പറ്റിയേ? ഈ മനുഷ്യൻ നിന്നെ ചതിച്ചതാണ് മോളെ. സരിത, നിനക്കെന്താ വട്ടാണോ? ആദ്യം അമ്മ, എനിക്ക് വട്ടാണ്. ഞാനും ആകാശം തമ്മിലുള്ള ബന്ധം അകറ്റാൻ വേണ്ടി നിങ്ങളൊക്കെ ഇത്രയ്ക്കും ചെയ്യുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, അമ്മ ഇവര് പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുവാണോ? നീ എന്താ പറഞ്ഞു വരുന്നേ? ദേവ് മഹീന്ദ്ര എന്നോട് മാപ്പ് ചോദിക്കാൻ വന്നതാ. അയാൾ എന്നോട് പറഞ്ഞു,
ശൗര്യയും സന്ധ്യയും കൂടി ആകാശിനെ അന്നൊരു ദിവസം ക്ലബിൽ വിളിച്ചിരുന്നു. അതേസമയം മഹേന്ദ്രയും അവിടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ. ആകാശിനെ ബോധം കെടുത്തി ഏതോ ഒരു പെണ്ണിനെ കൂട്ടിച്ചേർത്ത് കുറെ വൃത്തികെട്ട ഫോട്ടോസ് എടുത്തു. എന്നിട്ട് അതും കാണിച്ച് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അകറ്റണം. ഏത് മഹേന്ദ്രൻ? എനിക്കറിയില്ല. നിന്നെ ആരെങ്കിലും വല്ല കള്ളം പറഞ്ഞ് പറ്റിച്ചതാവും. മഹേന്ദ്ര എന്റെ അടുത്ത് വന്നത് ഫുൾ CCTV ഫുട്ടേജുമായിട്ടാണ്. എല്ലാ തെളിവുകളും എന്റെ തന്നു കഴിഞ്ഞു. ഇത്രയൊക്കെ സംഭവങ്ങളും നടന്നിട്ടും ആകാശ് ഒന്നും പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഈ ബന്ധം തകർക്കാൻ താല്പര്യമില്ല. പക്ഷെ നിങ്ങളെല്ലാവരും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഞങ്ങളുടെ ബന്ധം തകർക്കാൻ എന്തിനാ ശ്രമിക്കുന്നേ? ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഇവിടുന്ന് അടിച്ചിറക്കാൻ പോവാ. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഇവിടുന്ന് ഇറങ്ങിപ്പോവാം. ഇനി മേലാൽ ഈ വീടിന്റെ പടി കിടക്കാന്ന് നിങ്ങൾ ആഗ്രഹിക്കാൻ കൂടി പാടില്ല. നോക്ക് സരിത, ശൗര്യയും സന്ധ്യയും ഇത് ചെയ്തതാണോന്ന് എനിക്കറിയില്ല. ഞാൻ പോവാണ്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് എന്നോട് നേരത്തെ ഒന്ന് പറയാറുന്നില്ലേ? കുറച്ചെങ്കിലും എന്നെ ഒന്ന് വിശ്വസിച്ചുവിടായിരുന്നോ? ഗുഡ് മോർണിംഗ്. ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തെങ്കിലും മോശമായിട്ട് നിന്നോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. ഇന്നലത്തേക്ക് വേണ്ടി റിയലി സോറി. ഈ കോഫി കുടിക്കേ? ആക്ച്വലി എനിക്ക് ഒന്ന് ഫ്രഷ് ആവാനുണ്ട്. കുറെ ജോലിയുണ്ട്. ഞാൻ പോയി വന്നിട്ട് കുടിക്കാം. വിക്രം സംസാരിക്കുന്നത്. ഇപ്പൊ എന്തിനാ വിളിച്ചേ? നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ എത്ര പ്രാവശ്യം പറയണോ എന്റെ പുറകെ വരരുതെന്ന്? എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കല്ലേ. ഞാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് മറ്റാരും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്നും രഹസ്യമായി തന്നെ ഇരിക്കണം. അഭിമന്യു മഹാഭാരത കഥയിലെ വീരനായകൻ. എന്നാൽ നമ്മുടെ അഭിമന്യു നിസ്സഹായനായ ഒരു സാധാരണക്കാരനാണ്. എന്നാൽ അവനാണ് നമ്മുടെ ഹീറോ. പക്ഷേ അവനൊരു കോടീശ്വര ബിസിനസ് കുടുംബത്തിന്റെ മരുമകനാണ്. തന്റെ അവസ്ഥ കണ്ട് വീട്ടിലെ ജോലിക്കാർ പോലും അവനോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് പണം എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളോട് പറയൂ, ഞങ്ങൾ തരാം. വെറുതെ ഇങ്ങനെ ദരിദ്രരെ പോലെ നടക്കല്ലേ. ഒരു സമ്പന്ന കുടുംബത്തിലെ മരുമകനായതുകൊണ്ട് അഭിമന്യു വില കൂടിയ കാറുകൾ ഓടിച്ചിട്ടുണ്ട്. വിലയേറിയ വലിയ ക്ലബ്ബുകളിൽ പോയിട്ടുണ്ട്. വലിയ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം മറ്റുള്ളവരുടെ ഔദാര്യമായിരുന്നു. ആ വീട്ടിലുള്ളവരുടെ ഡ്രൈവറായും ജോലിക്കാരനായും എല്ലാമാണ് അവൻ പലയിടത്തും പോയത്. അപമാനം എന്നത് അവന്റെ ജീവിതത്തിൽ സാധാരണമായിരുന്നു. പലയിടത്തു നിന്നും അവൻ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ വലിയ ഹോട്ടലുകളിൽ ഓരോരുത്തർ അവരുടെ ഭാര്യമാരെ കൊണ്ടുവരുമ്പോൾ അഭി ആലോചിക്കും, ഒരു ദിവസം എന്റെ സമയവും വരും. അന്ന് ഞാൻ എന്റെ സ്വന്തം കാറിൽ എന്റെ പല്ലവിയെയും കൊണ്ട് ഇതുപോലുള്ള ഹോട്ടലിൽ വരും. എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. അതും ആലോചിച്ച് അവൻ ഉറക്കത്തിൽ ചിരിക്കാൻ തുടങ്ങി. സുന്ദരമായ സ്വപ്നത്തിന്റെ ലഹരിയിലിരിക്കുമ്പോൾ അവന്റെ ഫോൺ ശബ്ദിച്ചു. അഭി ഞെട്ടി എഴുന്നേറ്റു. അവൻ കണ്ണു തിരുമ്മി മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി. ആ നമ്പർ കണ്ടപ്പോൾ തന്നെ അവൻ കണ്ട സ്വപ്നത്തിന്റെ മൂടെല്ലാം പോയി. അത് അവന്റെ ഭാര്യ പല്ലവിയുടെ കസിൻ രമ്യയായിരുന്നു. അഭിയെ എപ്പോഴും അപമാനിക്കാൻ മാത്രം നോക്കുന്നവളായിരുന്നു രമ്യ. അഭി ഒന്ന് സംശയിച്ച് നിന്നതിന് ശേഷം ഫോൺ എടുത്തു. അപ്പോൾ അപ്പുറത്തു നിന്നും കളിയാക്കുന്ന തരത്തിലൊരു ശബ്ദം കേട്ടു. എന്താണളിയ, ഫുൾ ടൈം ഉറക്കം തന്നെയാണോ? അഭി മെല്ലെ പറഞ്ഞു. അത് ഒന്നുമില്ല, ഞാൻ. അപ്പോൾ രമ്യ ഇടയ്ക്ക് കയറി പറഞ്ഞു, അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എന്റെ ഒരു നെക്ലസ് അവിടെ SS ജ്വല്ലറിയിലുണ്ട്. അവിടുന്ന് എന്നെ വിളിച്ചിരുന്നു. ഇപ്പൊ തന്നെ അവിടെ പോയി അത് കളക്ട് ചെയ്യണം. എന്നിട്ട് അതും കൊണ്ട് ഇങ്ങോട്ട് വരണം. വേഗം വരണം. അത് കേട്ട് അഭിമന്യു മടിച്ചുകൊണ്ട് പറഞ്ഞു.
രമ്യ, എനിക്കിപ്പോ ബാങ്കിൽ പോണം. രമ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ പൊന്നളിയ, എന്തിനാണ് വെറുതെ തിരക്കുണ്ടെന്ന് എന്റെ മുന്നിൽ കാണിക്കുന്നത്? വെറുതെ ഒഴിവ് കഴിവുകൾ പറയാതെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യേ. 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് ആ മാല ഇവിടെ കിട്ടണം. അതുകൊണ്ട് മുങ്ങിക്കളയരുതിട്ടോ, നല്ല വിലയുള്ളതാ. അപ്പോൾ അബി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. നോക്കു രമ്യ, ഞാൻ ഇന്നവരെ ജീവിതത്തിൽ ഒരു സാധനവും മോഷ്ടിച്ചിട്ടില്ല. പിന്നെ എന്റെ കാര്യത്തിൽ ഇത്ര സംശയം ഉണ്ടെങ്കിൽ മാല വാങ്ങിക്കൊണ്ടുവരാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാ പോരെ? അപ്പൊ രമ്യ വീണ്ടും പരിഹാസത്തോടെ പറഞ്ഞു. ഈ കുടുംബത്തിൽ നിനക്ക് ആരോടും തർക്കിക്കാൻ പോലും അനുവാദമില്ലെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? തൽക്കാലം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, അത് കൃത്യമായി ഇവിടെ തന്നെ എത്തിക്കണം. ഓക്കെ, ബൈ. അതും പറഞ്ഞ് രമ്യ ഫോൺ കട്ട് ചെയ്തു. അബി വെറുപ്പോടെ ഫോണിലേക്ക് നോക്കി. ശേഷം അവൻ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോയി. എന്നിട്ട് വേഗം റെഡിയായി പുറത്തേക്കിറങ്ങി. അവൻ മുൻപിലേക്ക് നോക്കിയപ്പോൾ അവന്റെ അമ്മായിമ്മ മാലിനി അവിടെ തന്റെ ചില സുഹൃത്തുക്കളുടെ കൂടെ ഒരു പാർട്ടി നടത്തുന്നത് കണ്ടു. അപ്പോൾ മാലിനിയുടെ കൂട്ടുകാരിലൊരാൾ അവരുടെ ചെരുപ്പിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നോക്കു മാലിനി, ഇന്നിതാ നിന്റെ അടുത്തേക്ക് വരുമ്പോ എന്റെ ഈ ചെരുപ്പിന്റെ സ്ട്രാപ്പ് പൊട്ടി. ഇനി ഞാൻ എങ്ങനെ ഇതിട്ട് വീട്ടിലേക്ക് മടങ്ങും? അപ്പൊ മാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനൊക്കെ എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? നീ ആദ്യം പാർട്ടി എൻജോയ് ചെയ്യേ. ഞാനൊരു വേലക്കാരനെ വിളിച്ച് ഇത് ശരിയാക്കിക്കാം. അയ്യോ, അതൊന്നും പറ്റില്ല. എന്റെ ചെരുപ്പ് വളരെ വിലയേറിയതാണ്. വേലക്കാരന്മാരെ ഒന്നും ഇതിന് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് വീട്ടിൽ പോവാൻ ഇനി എന്തു ചെയ്യും? അവരുടെ സംസാരം കേട്ട് മാലിനി ചിരിയോടെ പറഞ്ഞു, ഏയ്, ഞാൻ ഉദ്ദേശിച്ചത് വേലക്കാരനെയല്ല. വേലക്കാരനേക്കാൾ കുറച്ചുകൂടി മുകളിലാണ്. അവൻ ഈ ജോലിയൊക്കെ നന്നായി ചെയ്യും. ഞാൻ അവനെ വിളിക്കാം. മാലിനിയുടെ കണ്ണുകൾ അപ്പോൾ പുറത്തേക്ക് റെഡിയായി ഇറങ്ങി വരുന്ന അഭിമന്യുവിലായിരുന്നു. അവരബിയെ വിളിച്ചു. അബി, ഇങ്ങ് വാ, ഇവരുടെ ചെരുപ്പിന്റെ സ്ട്രാപ്പ് പൊട്ടി, നീ ഇതൊന്ന് ശരിയാക്കി കൊടുത്തേ. അപ്പൊ മാലിനിയുടെ കൂട്ടുകാരി പറഞ്ഞു, മാലിനി, മരുമകനാണോ ഈ പണിയെല്ലാം ചെയ്യുന്നത്? മാലിനി അബിയുടെ മുന്നിൽ വെച്ച് തന്നെ അവരോട് പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. ഇവൻ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല പരിചയമാണ്. ഇനി ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. മാലിനിയുടെ പരിഹാസത്തോടെയുള്ള വാക്കുകൾ അബിയുടെ ഹൃദയത്തിൽ തട്ടി. എന്നാൽ അവന് ഇതെല്ലാം കേട്ട് നല്ല ശീലമായിരുന്നു. സത്യത്തിൽ ഇന്ന് അബിയുടെ പിറന്നാളായിരുന്നു. പക്ഷേ അവനല്ലാതെ ആർക്കും അത് ഓർമ്മയില്ലായിരുന്നു. അവനതിൽ യാതൊരു പരിഭവമില്ല. അബി മാലിനിയോട് പറഞ്ഞു, രമ്യ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു, ഞാൻ അതിനുവേണ്ടി പോവുകയാണ്. അവനത് പറഞ്ഞ ഉടൻ മാലിനി ദേഷ്യത്തോടെ പറഞ്ഞു, വെറുതെ തർക്കിച്ചു നിൽക്കാതെ വേഗം പറഞ്ഞ പണി ചെയ്താൽ മതി. അപ്പൊ മാലിനിയുടെ കൂട്ടുകാരി അവരുടെ പൊട്ടിയ ചെരുപ്പിന്റെ സ്ട്രാപ്പ് അബിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നന്നാക്കിയാ മതി. അതും പറഞ്ഞ് അവർ തന്റെ ചെരുപ്പൂരി അബിയുടെ കൈകളിൽ വെച്ചു കൊടുത്തു. അബി തലകുനിച്ച് ആ ചെരുപ്പിലേക്ക് നോക്കി. ആഗ്രഹമില്ലെങ്കിൽ പോലും ഇതെല്ലാം താൻ ചെയ്യേണ്ടി വരുന്നു എന്ന് അബി ചിന്തിച്ചു. മാലിനിയുടെ കൂട്ടുകാരെല്ലാം അവനെ പരിഹാസത്തോടെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അവൻ അതെല്ലാം സഹിച്ച് അവിടെ തന്നെ നിൽക്കുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമാണ്, അവന്റെ ഭാര്യ പല്ലവിക്ക് വേണ്ടി. അബി മനസ്സിൽ പറഞ്ഞു, പല്ലവി, ഞാൻ ഇതെല്ലാം സഹിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടും. നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ മറ്റെല്ലാം മറക്കും. അതും പറഞ്ഞ് അബി പുറത്തേക്കിറങ്ങി തന്റെ ബൈക്കിൽ കയറി. പോകുന്ന വഴിയിൽ അവന്റെ ഫോണിലേക്ക് പല്ലവിയുടെ ഒരു മെസ്സേജ് വന്നു. അവൻ ബൈക്ക് നിർത്തി ഫോൺ എടുത്തു നോക്കി. എന്നിട്ട് ആ മെസ്സേജ് വായിച്ചു. ഇന്ന് നേരെ ഓഫീസിലേക്ക് വരാമോ? അത് വായിച്ചയുടൻ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ ദിവസത്തെ മുഴുവൻ നെഗറ്റീവ് എനർജിയും ഇല്ലാതായതുപോലെ. ഇന്ന് ആദ്യമായാണ് പല്ലവി അവനോട് ഓഫീസിലേക്ക് വരാൻ പറയുന്നത്. അവന് തന്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്നത് പല്ലവി മാത്രമായിരുന്നു. അവളുടെ ചിരിയാണ് അവന്റെ ജീവൻ നിലനിർത്തുന്നത്. അവൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കളയാൻ പോലും അവൻ തയ്യാറായിരുന്നു. മെസ്സേജ് വായിച്ചതും അബി പുഞ്ചിരിയോടെ സ്വയം പറഞ്ഞു, പല്ലവി, ഇന്നാണ് നീ ആദ്യമായി എന്നെ ഓഫീസിലേക്ക് വിളിക്കുന്നത്. ഇന്നെന്റെ പിറന്നാളാണെന്ന് മറ്റാരോർത്തില്ലെങ്കിലും നീ ഓർക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് അബി നേരെ ഓഫീസിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ അവനൊരു പൂക്കട കണ്ടു. അവൻ ഒന്ന് ആലോചിച്ചതിന് ശേഷം ബൈക്ക് നിർത്തി. ശേഷം പേഴ്സ് എടുത്തു നോക്കി. അതിലൊരു 500 രൂപ നോട്ട് മാത്രം. അത് നോക്കിക്കൊണ്ട് അവൻ ആലോചിച്ചു, ഇന്നലെ ഒരു ജോഡി ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പണം എടുത്തല്ലോ. ഇനി പേഴ്സിൽ ഇതും കൂടിയേ ഉള്ളൂ. സാരമില്ല, പല്ലവിക്ക് വേണ്ടിയല്ലേ, അതിനേക്കാൾ വലിയ ആവശ്യം വേറെയില്ല. അബി ആ പണം കൊണ്ട് പല്ലവിക്ക് ഒരു മനോഹരമായ ബൊക്കെ വാങ്ങി. അപ്പോഴാണ് അവൻ രമ്യയും മാലിനിയും പറഞ്ഞ ജോലികൾ ഓർമ്മ വന്നത്. അവൻ ബൈക്കിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെരുപ്പിലേക്ക് നോക്കി പറഞ്ഞു, പ്രിയപ്പെട്ട അമ്മായിയമ്മമാരും കസിൻസും എല്ലാം എന്നോട് ക്ഷമിക്കണം. തൽക്കാലം എനിക്ക് പല്ലവിയാണ് വലുത്. അവൾ വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാനാവില്ല. മറ്റൊന്നും ഞാനിപ്പോൾ ചിന്തിക്കില്ല. അതും പറഞ്ഞ് അബി ആ ചെരുപ്പെടുത്ത് അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞു. ഇന്നവൻ ആദ്യമായാണ് തന്റെ അമ്മായിച്ചൻ രവിചന്ദ്രന്റെ ഓഫീസിലേക്ക് പോകുന്നത്. ഇന്ന് തനിക്ക് അവിടെ സ്വീകരണം ഒരുക്കിയിട്ടുണ്ടാവും എന്നാലോചിച്ച് അവൻ സന്തോഷിച്ചു. ഓഫീസിൽ എത്തിയ ഉടനെ അവൻ ബൈക്ക് നിർത്തി വേഗം അകത്തേക്ക് പോയി. പെട്ടെന്ന് അവൻ മുന്നിൽ നിന്ന് ഒരാളുമായി കൂട്ടിയിടിച്ചു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ബൊക്കെ താഴെ വീണു. ബ്ലൂ കളർ സ്യൂട്ടും ബ്ലാക്ക് കണ്ണടയും ധരിച്ച ആ വ്യക്തി
വളരെ ധനികനാണ് എന്ന് വ്യക്തമാണ്. ദേവ് ശർമ്മ എന്നായിരുന്നു അയാളുടെ പേര്. പല്ലവിയുടെ ക്ലയന്റായ അയാൾ അവളുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അയാൾ അബിയോട് ഉറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു, നിനക്കെന്താ കണ്ണ് കാണില്ലേ? ഇങ്ങനെയാണോ വരുന്നത്? സ്വന്തം അമ്മയുടെ വീടാണെന്ന മട്ടിലാ കേറി വരുന്നത്. നീ ആരാണ്? അബിയുടെ വില കുറഞ്ഞ വസ്ത്രങ്ങൾ കാരണം അവൻ അവിടുത്തെ ഒരു ജോലിക്കാരനോ ഓഫീസ് ബോയോ ആണെന്നാണ് അയാൾ വിചാരിച്ചത്. ദേവ് ശർമ്മ താഴെ കിടന്നിരുന്ന ബൊക്കയിലേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് അത് തന്റെ കാൽ കീഴിൽ ചവിട്ടിയരച്ച് പുറത്തേക്ക് പോയി. അബി സങ്കടത്തോടെ തലകുനിച്ച് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അതേസമയം പല്ലവി തന്റെ ക്യാബിനിലെ ഗ്ലാസിനുള്ളിലൂടെ ഈ രംഗം കാണുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അബി പെട്ടെന്ന് പല്ലവിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അപമാനമെല്ലാം ഒരു നിമിഷം മറന്നു. അവൻ സ്വയം പറഞ്ഞു, നിനക്കെന്നെ എത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാനിതാ നിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അബി പല്ലവിയുടെ ക്യാബിനിലേക്ക് കയറി. അവൾ പെട്ടെന്ന് പുറത്തേക്കുള്ള കർട്ടൻ വലിച്ചു താഴ്ത്തി. പക്ഷെ അവളുടെ കണ്ണുനീർ അബി കണ്ടിരുന്നു. അവൻ പല്ലവിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, എന്താ നിനക്ക് പറ്റിയേ? ഇതൊക്കെ പോട്ടെ, എന്നെക്കുറിച്ചോർത്ത് നീ ഇത്ര ടെൻഷൻ അടിക്കണ്ട. എനിക്കിതൊക്കെ ശീലമായിപ്പോയി. അപ്പോൾ പല്ലവി ഉറക്കെ അവനോട് പറഞ്ഞു, ഇത്രയൊക്കെ അപമാനിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് നീ എന്റെ ജീവിതത്തിൽ നിന്ന് പോവാത്തത്? ദയവ് ചെയ്ത് ഇവിടുന്ന് പൊക്കോളൂ. പല്ലവിയുടെ വാക്കുകൾ കേട്ട അബിയിൽ ഒരു ഞെട്ടലുണ്ടായി. അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ പല്ലവി തുടർന്നു, നീ എന്റെ ഭർത്താവല്ല, എന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് നീ. സത്യത്തിൽ നിനക്ക് എന്താണ് വേണ്ടത്? എന്റെ പപ്പ എന്നെ നിർബന്ധിച്ച് നിന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. അതിനുള്ള ശിക്ഷ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു. നീ ഒരിക്കലും എന്റെ ഭർത്താവാൻ യോഗ്യനല്ലായിരുന്നു. ഇന്നും ഞാൻ നിന്നെ എന്റെ ഭർത്താവായി കാണുന്നില്ല. കണ്ണീരോടെ പല്ലവി വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, എവിടെ പോയാലും എനിക്ക് അപമാനമല്ലാതെ മറ്റൊന്നും നിനക്ക് തരാൻ സാധിക്കുന്നില്ല. നീ എന്റെ ജീവിതത്തിലെ ഒരു കളങ്കമാണ്. ഇനിയെങ്കിലും എന്നിൽ നിന്ന് അകന്നു പോ. അതും പറഞ്ഞ് പല്ലവി ക്യാബിനിൽ നിന്നും ഇറങ്ങി. എനിക്ക് നിന്നെ മനസ്സിലാവും. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ തീർച്ചയായും നീ എന്നെ മനസ്സിലാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അന്ന് ലോകത്തിലെ എല്ലാ സന്തോഷങ്ങളും ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവരും. നീ എന്റേത് മാത്രമാണ്. എന്നെങ്കിലും ഒരിക്കൽ നീ അത് തിരിച്ചറിയും. അതും പറഞ്ഞ് അബി ബൈക്കിലേക്ക് കയറിയിരുന്നു. അപ്പോൾ വലിയ വില കൂടിയ ഒരു ബ്ലാക്ക് ആഡംബര കാർ അവന്റെ മുന്നിൽ വന്ന് നിന്നു. അതിൽ നിന്ന് മധ്യവയസ്കനായ ഒരാൾ പുറത്തേക്കിറങ്ങി. അയാൾ അബിയുടെ അടുത്തേക്ക് ചെന്നു. അവനാകെ ഞെട്ടി നിന്നു. ആ മനുഷ്യൻ അബിയുടെ മുന്നിൽ ചെന്ന് നിന്ന് പറഞ്ഞു, ഹലോ യങ് മാൻ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ കമ്പനി, കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന പിള്ളൈ ഗ്രൂപ്പ്, ആ ബിസിനസ് സാമ്രാജ്യം നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. വരൂ, ബിസിനസിന്റെ എല്ലാ ചുമതലയും നിങ്ങൾ ഏറ്റെടുക്കാൻ സമയമായി. ആരാണ് ഈ വന്ന മനുഷ്യൻ? പല്ലവിയുടെ ഓഫീസിൽ നിന്നും ഇറങ്ങിയ അബി മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, വക്കീലെന്താ ഇവിടെ? സ്വർണ്ണ കണ്ണട വെച്ച വളരെ ധനികനായ ഒരു മനുഷ്യൻ അഭിമന്യുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹലോ യങ് ബോയ്, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. എനിക്ക് പോലും ഇപ്പോൾ നിന്നോട് അധികം തർക്കിക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ നിന്റെ അച്ഛന്റെ വെറും സേവകൻ മാത്രമാണ്. നിങ്ങളുടെ കുടുംബവക്കീലായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിന്നെ അറിയിക്കേണ്ടത് എന്റെ ചുമതലയാണ്. ഞാൻ പറയുന്നത് നീ കേൾക്കണം. അബി ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു, നേരെ കാര്യത്തിലേക്ക് കടക്കാം. എനിക്കിങ്ങനെ വളഞ്ഞു പിടിച്ച് പറയുന്നത് ഇഷ്ടമല്ല. അത് കേട്ടു നിൽക്കാനുള്ള സമയമില്ല. വാസുദേവൻ വക്കീൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആയിക്കോട്ടെ, കാര്യത്തിലേക്ക് കടക്കാം. നിന്റെ അച്ഛൻ നീ വന്ന് അവരുടെ ബിസിനസ് ഏറ്റെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നിന്നോട് നേരിട്ട് പറയാനാണ് ഞാനിവിടെ വന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം ഇനി മുതൽ നീയാണ് ഏറ്റെടുക്കേണ്ടത്. എന്നാൽ ആ വാക്കുകളിലൊന്നിലും അബി വീണില്ല. അവൻ വീണ്ടും ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു, അയാളുടെ വാക്കുകൾ കേട്ടാൽ ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് നിങ്ങൾ കരുതിയോ? ഞാൻ അയാളുടെ അവിഹിത ബന്ധത്തിലെ മകൻ മാത്രമാണ്. പിന്നെന്തിനാണ് ഞാനിതെല്ലാം ഏറ്റെടുക്കേണ്ട ആവശ്യം? അന്ന് എന്റെ അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ അയാളോട് സഹായം ചോദിക്കാൻ ചെന്നു. പക്ഷെ അന്ന് ഈ പറയുന്ന അച്ഛൻ ഒരു മീറ്റിംഗിന്റെ തിരക്കിലാണ് എന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കി. അത് കാരണം എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെട്ടു. ആ ആളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. വക്കീലിന് ഇവിടുന്ന് പോവാം. ഇത് കേട്ട വക്കീൽ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു, അബി, നിന്റെ അച്ഛൻ ഒരു ശാഠ്യക്കാരനാണെന്ന് നിനക്കും അറിയാം. അവര് വിചാരിച്ചാൽ ആരെയും ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് വെറുതെ അദ്ദേഹത്തെ പിണക്കാൻ നിൽക്കണ്ട. നിനക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നീ മറക്കണം. ഇപ്പം നിനക്ക് അർഹമായതെല്ലാം തരാൻ തയ്യാറായാണ് നിന്റെ അച്ഛൻ നിൽക്കുന്നത്. നീ അത് സ്വീകരിക്കണം. എന്നാൽ അബി തന്റെ അന്തിമ തീരുമാനം പറയുന്നത് പോലെ പറഞ്ഞു, എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ തിരികെ പോയിക്കോളൂ. അയാളുടെ സമ്പത്തിൽ എനിക്ക് താല്പര്യമില്ലെന്ന് പോയി പറഞ്ഞേക്ക്. ഇനി അവരെന്തൊക്കെ തന്നാലും എന്റെ അമ്മ എനിക്ക് തിരികെ കിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഈ സ്വത്തും പണവും എനിക്ക് എന്തിനാണ്? പിന്നെ അബദ്ധത്തിൽ പോലും ഞാൻ പിള്ളൈ കുടുംബത്തിലെ ആളാണെന്നും പിള്ളൈ ഗ്രൂപ്പ് ഉടമയുടെ മകനാണെന്നും ആരും അറിയരുത്. ആ ഒരു ബന്ധവും എനിക്ക് വേണ്ട. അതും പറഞ്ഞ് അബി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പോയി. വാസുദേവൻ അവൻ പോകുന്നതും നോക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് ഫോണെടുത്ത് അബിയുടെ അച്ഛനെ വിളിച്ചു. മറുവശത്ത് ഫോണെടുത്തതും വാസുദേവൻ പറഞ്ഞു, അബി,
നിങ്ങൾ പറഞ്ഞ കാര്യം സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മറുവശത്ത് നിന്നും ഒരു ശബ്ദം കേട്ടു. എനിക്ക് അവനെ ഇവിടെ കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷേ കാര്യം നടന്നിരിക്കണം. അത് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു. വാസുദേവൻ എന്തോ ആലോചിച്ച ശേഷം അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാൾ സ്വയം പറഞ്ഞു, അഭിമന്യു, നീ എന്റെ കൂടെ വന്നിരിക്കും. അബി അപ്പോഴേക്കും വീട്ടിലെത്തിയിരുന്നു. ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അബി ചുറ്റുപാട് നോക്കിയ ശേഷം പറഞ്ഞു, പല്ലവിയുടെ അമ്മ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭാഗ്യം. എന്നാലും ഇനി എപ്പം മടങ്ങി വരുമോ ആവോ. അപ്പോൾ പെട്ടെന്ന് അബിയുടെ ഫോൺ റിംഗ് ചെയ്തു. ഫോൺ എടുത്തു നോക്കിയപ്പോൾ അത് മാലിനിയുടെ കോളായിരുന്നു. അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ അപ്പുറത്തു നിന്നും ദേഷ്യത്തോടൊരു ശബ്ദം കേട്ടു. നീ എവിടെ പോയി കിടക്കുകയായിരുന്നു? നീ കാരണം ഞാൻ ഇന്നെന്റെ കൂട്ടുകാർക്കിടയിൽ അപമാനിക്കപ്പെട്ടു. നിന്റെ ഫോണിലേക്ക് ഞാൻ കുറെ വിളിച്ചു നോക്കിയല്ലോ, കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നതാണ്. അബി അപ്പോൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ പല്ലവി വിളിച്ചിട്ട് പോയതായിരുന്നു. അതാ പിന്നെ. അത് കേട്ട മാലിനി പറഞ്ഞു, എന്നാൽ അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ. അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. എന്നാൽ പല്ലവി തന്റെ കൂടെ വന്നിട്ടില്ലെന്ന് അബി പറഞ്ഞു. വന്നിട്ടില്ലെന്നോ? അപ്പൊ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോയതാണെന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് അവളെവിടെ? മാലിനിയുടെ ചോദ്യം കേട്ട് അബി പറഞ്ഞു, അവളൊരു ക്ലയന്റിന്റെ കൂടെ പോയതാണ്. എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കേട്ട് മാലിനി ദേഷ്യത്തോട് അലറി. ക്ലയന്റിനൊപ്പം പോയെന്നോ? സമയം രാത്രിയായല്ലോ. ഈ സമയമായിട്ടും അവൾ എവിടെ പോയതാ? നീ അവളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. അതാവും അവൾ നിന്റെ കൂടെ വരാതിരുന്നത്. നിനക്കൊരു നല്ല മരുമകനാവാൻ ഏതായാലും കഴിഞ്ഞില്ല. നല്ല ഭർത്താവെങ്കിലും ആയിക്കൂടെ? പോയി അവൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവാ. 1 മണിക്കൂറിനുള്ളിൽ അവൾ വീട്ടിലെത്തിയിരിക്കണം. അതും പറഞ്ഞ് മാലിനി ഫോൺ കട്ട് ചെയ്തു. അവിവേഗം പല്ലവിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ എന്തോ പേടി തോന്നി. പിന്നെയും ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും കോൾ കണക്ട് ആവുന്നില്ലായിരുന്നു. അവൻ ആകെ അസ്വസ്ഥതയോടെ പുറത്തേക്കിറങ്ങി. ദേവ് ശർമ്മയുടെ കൂടെയാണ് പല്ലവി പോയതെന്ന് അബിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അയാളെക്കുറിച്ച് അവന് കൂടുതലായി ഒന്നും അറിയില്ലായിരുന്നു. എങ്കിലും അയാൾ പല്ലവിയുടെ ക്ലയന്റ് ആണെന്നും അയാൾക്ക് ടൗണിൽ ഒരു നൈറ്റ് ക്ലബ് ഉണ്ടെന്നും പല്ലവി പറഞ്ഞത് അബിക്ക് ഓർമ്മ വന്നു. അവൻ നേരെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് വിട്ടു. അല്പസമയത്തിനകം അബി ദേവ് ശർമ്മയുടെ നൈറ്റ് ക്ലബിന് മുന്നിലെത്തി. അവൻ ബൈക്ക് അവിടെ നിർത്തി അകത്തേക്ക് കയറി. അകത്ത് വലിയ ശബ്ദമേളമായിരുന്നു. ആളുകളെല്ലാം മദ്യപിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്. അബി ചുറ്റും നോക്കി. ആ ബഹളത്തിനിടയിൽ പല്ലവി അവിടെ എവിടെയും കണ്ടില്ല. ഇനി ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവില്ലേ എന്ന് സംശയിച്ച് അബി പോവാനായി തിരിഞ്ഞതും തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടു. പല്ലവിയല്ലേ അത്? അബി സംശയത്തോടെ അങ്ങോട്ടോടി. ആ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്നതും ദേവ് ശർമ്മ പല്ലവിയെ മദ്യം കുടിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ പാതി ബോധത്തിൽ അത് തട്ടിമാറ്റാൻ നോക്കുന്നുണ്ട്. അബി ആകെ ഷോക്കായി. അവനെ കണ്ടതും ദേവ് ശർമ്മ ഉറക്കെ അലറി, നീയോ? നീ എങ്ങനെ ഇവിടെ? അബിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവൻ ദേവിന്റെ അടുത്തേക്ക് നീങ്ങി അയാളുടെ കവിളിൽ ശക്തിയായി അടിച്ചു. അയാളുടെ കൈയും കാലും പേടിയോടെ വിറയ്ക്കാൻ തുടങ്ങി. പല്ലവി അപ്പോഴേക്കും ബോധം പോയി നിലത്തേക്ക് വീണിരുന്നു. അബി അവളെ കൈകളിൽ താങ്ങിയെടുത്തുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ ദേവ് ശർമ്മ, ഞാൻ പല്ലവിയുടെ കഴുത്തിൽ താലി കെട്ടി അവളുടെ ഭർത്താവാണ്. നീ അവളുടെ ക്ലയന്റ് ആയതുകൊണ്ട് തെറ്റായി ഒന്നും ചെയ്യില്ലെന്ന വിശ്വാസത്തിലാണ് ഇവിടെ തന്റെ കൂടെ വന്നത്. എന്നിട്ട് നീ എന്തായി ചെയ്തത്? ഇപ്പോ ഇവിടെ വെച്ച് നിന്നെ കൊല്ലാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ പല്ലവി ഈ അവസ്ഥയിലായതുകൊണ്ടാണ്. നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് പല്ലവി തന്നെ തീരുമാനിക്കട്ടെ. തൽക്കാലം ഞാൻ ഇവളെയും കൊണ്ട് പോകുന്നു. അതും പറഞ്ഞ് അബി പല്ലവിയും കയ്യിലെടുത്തുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് പോയി. ദേവ് ശർമ്മ കവളിൽ കൈവച്ചുകൊണ്ട് അവർ പോകുന്നത് നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. വീട്ടിലെത്തിയ അബി അവളെയും കൊണ്ട് നേരെ മുറിയിലേക്ക് പോയി. എന്നിട്ട് അവളെ മെല്ലെ ബെഡിലേക്ക് കിടത്തി. പല്ലവി അപ്പോഴും കണ്ണടച്ച് തന്നെ കിടക്കുകയായിരുന്നു. ചുറ്റും നടക്കുന്ന ഒന്നും അവൾ അറിഞ്ഞതേയില്ല. അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ട് അബിക്ക് വല്ലാത്ത പ്രണയം തോന്നി. അവൻ പല്ലവിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്ന് രാത്രി നിന്നെ അവസ്ഥയിൽ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റില്ലല്ലോ മോളെ. അതുകൊണ്ട് നീ ഒന്ന് എന്നോട് ക്ഷമിക്ക്. ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അതും പറഞ്ഞ് അബി പല്ലവിയുടെ മുടിയിൽ തഴുകാൻ തുടങ്ങി. എന്നാൽ പല്ലവി ഇതൊന്നും അറിയാതെ മയങ്ങിക്കിടക്കുകയായിരുന്നു. പല്ലവി അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അബിക്ക് അവളുടെ മുഖത്ത് ചുംബിക്കാൻ തോന്നി. എന്നാൽ അവൾ ഉറങ്ങുകയാണെങ്കിൽ പോലും അവനതിനുള്ള ധൈര്യമില്ലായിരുന്നു. അബി ഒരു പുതപ്പെടുത്ത് അവളുടെ മേലിട്ട് കൊടുത്തു. എന്നിട്ടൊരു തലയണ കയ്യിലെടുത്ത് അടുത്തുള്ള സോഫയിൽ കിടന്നു. പല്ലവിയെ തന്നെ നോക്കിക്കൊണ്ട് അബി മെല്ലെ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ അബി നേരത്തെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നപ്പോഴാണ് പല്ലവി എഴുന്നേറ്റത്. പെട്ടെന്ന് അബി അവളുടെ മുറിയിൽ അങ്ങനെ കണ്ടപ്പോൾ പല്ലവി ഉറക്കെ നിലവിളിച്ചു, ഞാനെങ്ങനെ ഇവിടെ വന്നു? എന്റെ കൂടെ കിടക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അയ്യേ! പല്ലവി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അബി അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. തന്നെ രക്ഷിച്ചതിന് ഇപ്പോൾ നന്ദി പറയും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അബിക്ക് പല്ലവിയുടെ ദേഷ്യമാണ് കാണാൻ കഴിഞ്ഞത്. പല്ലവി തുടർന്നു, നമ്മൾ രണ്ടുപേരും ഒരു മുറിയിൽ കിടന്നുറങ്ങാറില്ലെന്ന് അറിയുന്നതല്ലേ, പിന്നെ എങ്ങനെ ഞാൻ ഇവിടെ വന്നു? അപ്പോൾ അബി പറഞ്ഞു, പല്ലവി, ഇന്നലെ രാത്രി ഉണ്ടായതൊന്നും നിനക്ക് ഓർമ്മയില്ലേ?
ആ ദേവ് ശർമ്മ നിനക്ക് മദ്യം തരുന്നതിനിടയിലാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. അയാളിൽ നിന്ന് നിന്നെ രക്ഷിച്ചുകൊണ്ട് വരികയായിരുന്നു. മദ്യം അകത്ത് ചെന്ന് നീ ബോധം പോയ നിലയിലായിരുന്നു അപ്പോൾ. അതുകൊണ്ടാണ് നിന്നെ ഒറ്റയ്ക്ക് കിടത്തണ്ട എന്ന് വിചാരിച്ച് ഞാനും ഇവിടെ തന്നെ കിടന്നത്. അതും നിന്റെ കൂടെയല്ല, ഇവിടെ സോഫയിൽ. അബിയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് പല്ലവിക്ക് തലേന്ന് രാത്രിയിലെ സംഭവങ്ങൾ ഓർമ്മ വന്നത്. ദേവ് ശർമ്മ തനിക്ക് കുടിക്കാൻ തന്ന ജ്യൂസിൽ എന്തോ കലക്കിയതുപോലെ തോന്നിയിരുന്നു. പിന്നെ പാതി ബോധത്തിലായതുകൊണ്ട് തന്നെ ഒന്നും ഓർമ്മയില്ല. എങ്കിലും അബി അപ്പോൾ അവിടേക്ക് വന്നത് ചെറിയ ഓർമ്മ പോലെ അവൾക്ക് തെളിഞ്ഞു വന്നു. പല്ലവിക്ക് കുറ്റബോധം തോന്നി. അവൾക്ക് സ്വയം ദേഷ്യം തോന്നിയെങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല. വിഷയം മാറ്റാൻ വേണ്ടി അവൾ വേഗം പറഞ്ഞു, ആ എനിക്ക് ഓർമ്മയുണ്ട്. എന്നുവെച്ച് അത് മുതലെടുത്ത് എന്റെ കൂടെ ഒരു മുറിയിൽ നീ കിടന്നില്ലേ? അവൾ സ്വന്തം തെറ്റ് മറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയുകയാണെന്ന് അബിക്ക് മനസ്സിലായി. അവൻ പക്ഷേ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. അബി പല്ലവിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ അവളുടെ ശരീരത്തിലേക്ക് നോക്കിയത്. പല്ലവി വേഗം അവളുടെ വസ്ത്രം നേരെയാക്കി ബെഡിൽ നിന്നും താഴേക്കിറങ്ങി. അബി വേഗം കണ്ണെടുത്തു. അവന് പക്ഷേ ഇതെല്ലാം കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. പല്ലവി സ്വയം പറഞ്ഞു, ആ ദേവ് ശർമ്മ ഇത്രയ്ക്ക് മോശം വ്യക്തിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അയാൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, നോക്കട്ടെ. എന്നിട്ട് അവൾ നേരെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു. നീ കാരണം ഇന്ന് രാവിലെ തീർക്കേണ്ട ചില പ്രധാനപ്പെട്ട ജോലികൾ മറന്നു. നിനക്ക് എന്നെ ഒന്ന് നേരത്തെ വിളിച്ചുകൂടായിരുന്നോ? കുറച്ചു മുൻപ് താൻ ഈ മുറിയിൽ കിടന്നതിന് വഴക്ക് പറഞ്ഞ പല്ലവി തന്നെയാണല്ലോ ഇതെന്നോർത്ത് അബി അന്തം വിട്ടു നിന്നു. ചില നേരം അവൾക്ക് കുട്ടികളുടെ സ്വഭാവമാണെന്നും അവൻ ആലോചിച്ചു. പല്ലവി നേരെ അവളുടെ ഇമെയിൽ ചെക്ക് ചെയ്യുകയായിരുന്നു. പെട്ടെന്നൊരു ഇമെയിൽ കണ്ട് അവൾ ഞെട്ടി. അവൾ പറഞ്ഞു, ഓ മൈ ഗോഡ്, ഇതെങ്ങനെ? എന്റെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇയാൾ അത് റിജക്ട് ചെയ്തത്? പെട്ടെന്ന് പല്ലവിയുടെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. സ്ക്രീനിൽ നോക്കിയപ്പോൾ മുത്തശ്ശനായിരുന്നു. സീചന്ദ് കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് അദ്ദേഹമായിരുന്നു. പല്ലവി ഫോൺ അറ്റൻഡ് ചെയ്യാൻ മടിച്ചുകൊണ്ട് സ്ക്രീനിലേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങി. ബിസിനസ്സുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുത്തശ്ശൻ വളരെ കർക്കശക്കാരനാണെന്നും ഫോൺ എടുത്താൽ എന്തെങ്കിലും വഴക്ക് കേൾക്കേണ്ടി വരുമെന്നും പല്ലവിക്ക് അറിയാമായിരുന്നു. കുറച്ചു സമയത്തെ റിങ്ങിന് ശേഷം അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. കുറച്ചു സമയം അവൾ അപ്പുറത്തെ സംസാരം കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് പല്ലവിയുടെ കയ്യിൽ നിന്നും ഫോൺ വഴുതി താഴെ വീണു. അവളാകെ ഷോക്കായ പോലെ നിന്നു. മുത്തശ്ശൻ വിളിച്ചപ്പോൾ പല്ലവി പേടിയോടെയാണ് ഫോൺ എടുത്തത്. അപ്പോൾ മറുവശത്തു നിന്നും ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടു. പല്ലവി, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പ്രൊജക്ട് ഞാൻ നിന്നിൽ നിന്നും തിരിച്ചെടുക്കുന്നു. അതുകൂടാതെ നമ്മുടെ ഫാമിലി ബിസിനസ്സിൽ നിന്ന് നീ വിട്ടുനിൽക്കുകയും വേണം. സീചന്ദ് കൺസ്ട്രക്ഷനുമായി നിനക്ക് ഇനി ഒരു ബന്ധവുമില്ല. ഇത് കേട്ടതും പല്ലവിയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീണു. മുത്തശ്ശന്റെ ഈ തീരുമാനം അവളെ ഞെട്ടിച്ചു. പല്ലവിയുടെ മുഖത്തെ ഭാവം കണ്ട് അബി ഓടി വന്ന് ചോദിച്ചു, എന്തുപറ്റി പല്ലവി? ആരാണ് വിളിച്ചത്? ലാപ്ടോപ്പ് സ്ക്രീനിൽ അപ്പോഴും ആ മെയിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ട് പല്ലവി പറഞ്ഞു, ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ മെയിൽ കണ്ടില്ലേ? അതിനി നടക്കില്ല. ഈ മെയിൽ കാരണം അവരെന്റെ കയ്യിൽ നിന്ന് എല്ലാം തട്ടിയെടുത്തു. ഇനി ആ പ്രൊജക്ട് എന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കുകയാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു. അതുകൂടാതെ എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനും മുത്തശ്ശൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് കേട്ട് അബി ചോദിച്ചു, അതെങ്ങനെ നടക്കും? ഒരു പ്രോജക്റ്റ് നടന്നില്ല എന്ന് വെച്ച് എങ്ങനെ ഒരാളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാനാകും? അവർ അംഗീകാരം നൽകാത്തതിന് നീ എന്ത് പിഴച്ചു? പല്ലവി തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഇത് ഞാൻ സ്വന്തമായി കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്തതാണ്. അപ്പോൾ അബി പറഞ്ഞു, എന്തായാലും നമുക്ക് മുത്തശ്ശനെ കണ്ട് നേരിട്ട് ഈ കാര്യം സംസാരിക്കാം. ഇത്രയും വലിയൊരു തീരുമാനം ഫോണിലൂടെ എടുക്കാൻ പറ്റില്ല. എല്ലാം നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. എന്നാൽ അബിയുടെ വാക്ക് കേട്ടിട്ടും ഒന്നും പറയാതെ പല്ലവി അവിടുന്ന് പോവാൻ തുടങ്ങി. അപ്പോൾ അബി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, പല്ലവി, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരുപക്ഷെ നീയും അതുതന്നെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണല്ലോ എല്ലാവരും നിന്നോട് പറയുന്നത്. പക്ഷെ അങ്ങനെ എല്ലാറ്റിനും മറ്റുള്ളവരെ വിശ്വസിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? പല്ലവി തിരിഞ്ഞ് അബിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഓ, അപ്പൊ നീ സ്വയം ഒരു മിടുക്കനാണെന്നാണോ പറയുന്നത്? അബി പറഞ്ഞു, ആദ്യം നീ എന്റെ കൂടെ മുത്തശ്ശന്റെ അടുത്തേക്ക് വാ, എന്നിട്ട് സംസാരിക്കാം. പല്ലവി ആദ്യം അവനൊന്ന് തുറിച്ചു നോക്കി നിന്നു. പിന്നെ എന്തോ ആലോചിച്ച ശേഷം പറഞ്ഞു, ശരി, പോവാം. പല്ലവിയും അബിയും സീചന്ദ് കമ്പനിയുടെ ഓഫീസിലേക്ക് പോയി. കുറച്ചു സമയത്തിനുള്ളിൽ അവർ പല്ലവിയുടെ മുത്തശ്ശന്റെ മുറിയിലേക്ക് കയറി. അവളെ കണ്ടതും മുത്തശ്ശൻ പറഞ്ഞു, നോക്കു പല്ലവി, ബിസിനസ് കാര്യങ്ങളിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് നിനക്കറിയാമല്ലോ. ഒരു നിമിഷത്തെ ദേഷ്യമോ വികാരമോ കൊണ്ടല്ല ഞാൻ ആ തീരുമാനമെടുത്തത്. നമ്മുടെ കമ്പനിയുടെ ഒരു വലിയ സ്വപ്നമാണ് ആ ബിൽഡിംഗ് പ്രൊജക്ട്. അതിന് നിനക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിന്നിൽ നിന്നും അത് തിരിച്ചെടുക്കുന്നത്. അതിനി ഞാൻ സതീഷിനെ ഏൽപ്പിക്കുകയാണ്. നിനക്കിനി വീട്ടിൽ സുഖമായി ഇരിക്കാം. ഇത് കേട്ട പല്ലവി ഞെട്ടിപ്പോയി. കാര്യങ്ങൾ ഇത്രത്തോളം ഗൗരവമാണെന്ന് അവൾ അറിഞ്ഞില്ല. പല്ലവി പറഞ്ഞു, പക്ഷെ മുത്തശ്ശ, ഈ പ്രൊജക്ട് എന്റെ ഒരു സ്വപ്നമാണ്. ഒരു തവണ അപ്രൂവൽ കിട്ടിയില്ല എന്ന് വെച്ച് എന്നെക്കൊണ്ടത് കഴിയില്ല എന്ന് പറയരുത്. ഈ പ്രൊജക്ടിന് അപ്രൂവൽ വാങ്ങിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. എന്തായാലും സതീഷിന് ഇത് കൊടുക്കുന്നതിന് മുൻപ് എനിക്ക് അവസാനമായി ഒരു ചാൻസ് കൂടി തരണം. മുത്തശ്ശൻ പല്ലവി ഒന്ന് നോക്കി.
എന്നിട്ട് എന്തോ ആലോചിച്ച ശേഷം പറഞ്ഞു, ഓക്കെ, ഞാൻ സമ്മതിച്ചു, പക്ഷേ അത് ഇന്ന് തന്നെ ചെയ്യണം. പല്ലവി വേഗം സമ്മതിച്ചുകൊണ്ട് അഭിയും കൊണ്ട് പുറത്തേക്കിറങ്ങി. സതീഷ് പല്ലവിയുടെ കസിൻ ആയിരുന്നു. പല്ലവി എങ്ങനെയെങ്കിലും ബിസിനസ്സിൽ നിന്ന് പുറത്താക്കണമെന്ന് അവൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അവളെ പുറത്താക്കി ഒരു ദിവസം ഇതിന്റെ എല്ലാം ചാർജ് തനിക്ക് കിട്ടണം എന്നതായിരുന്നു സതീഷിന്റെ സ്വപ്നം. അവന്റെ അച്ഛൻ സായി ചന്ദ്രനും അവന് ഇതിൽ നല്ല പിന്തുണ നൽകുന്നുണ്ട്. പല്ലവിയും അഭിയും വേഗം മുനിസിപ്പാലിറ്റി ഗവൺമെന്റ് ഓഫീസിലെത്തി. അവിടെ നിന്നാണ് ഈ പ്രൊജക്ടിന്റെ അപ്രൂവൽ വാങ്ങേണ്ടത്. ഇന്ന് തന്നെ അത് വാങ്ങിയില്ലെങ്കിൽ എല്ലാം തകരും എന്നവർക്ക് അറിയാമായിരുന്നു. അഭിയും പല്ലവിയും അവിടെ എത്തിയപ്പോൾ സതീഷ് അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത് കണ്ട് അവർ ഞെട്ടി. സതീഷ് പല്ലവിയെ നോക്കി ഒരു കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ആ പല്ലവി, നീ അപ്രൂവൽ വാങ്ങാൻ വന്നതാവും അല്ലേ? പക്ഷെ മോളെ, അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ. ആ ഓഫീസറെ ഞാൻ വിലക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനി നീ എന്താണ് ചെയ്യുന്നത് എന്നെനിക്കൊന്ന് കാണണം. എന്തായാലും അകത്തേക്ക് ചെല്ല്. പല്ലവി സതീഷിനെ ഒന്ന് നോക്കി അഭിയുടെ കൂടെ അകത്തേക്ക് പോയി. അപ്പോഴവിടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. അവൾ അവിടെ ഒരു ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ചെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു, മിസ്റ്റർ സക്സേന, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. സക്സേന എന്നയാൾ തല ഉയർത്തി പുഞ്ചിരിയോടെ പറഞ്ഞു. മിസ്സസ് പല്ലവി, പറയൂ, എന്താ ഇവിടെ വന്നത്? അഭി അപ്പോൾ അവിടെ മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരുന്നു. പല്ലവി അപ്പോൾ സക്സേനയോട് പറഞ്ഞു, ഞങ്ങളുടെ സീചന്ദ് കമ്പനി ടൗണിൽ നിർമ്മിക്കുന്ന ബിൽഡിങ്ങിന് ആവശ്യമായ എല്ലാ പേപ്പേഴ്സും ഞാൻ പ്രസന്റ് ചെയ്തതാണല്ലോ. എല്ലാ നിയമങ്ങളും പാലിച്ചതുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അപ്രൂവൽ ലഭിക്കാതിരുന്നത്? നിങ്ങൾ എന്താണ് ചെയ്തത്? അപ്പോൾ പെട്ടെന്ന് പല്ലവിയുടെ പിറകിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടു. ഞാനാണ് അത് അപ്രൂവൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. പല്ലവി തിരിഞ്ഞു നോക്കി. ആ സ്ത്രീയെ കണ്ട് അവൾ ഞെട്ടി. പല്ലവി പറഞ്ഞു, കാവ്യ, നീ ഇവിടെ? മറുപടിയായി കാവ്യ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അതെ, ഞാൻ തന്നെ. ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ഈ സക്സേന എന്റെ ഭർത്താവാണ്. പല്ലവി രണ്ടുപേരെയും മാറി മാറി നോക്കി. അപ്പോൾ കാവ്യ തുടർന്നു, ഞങ്ങളുടെ അപ്രൂവൽ കിട്ടിയാലല്ലേ നിനക്ക് ഈ പ്രൊജക്ട് തുടങ്ങാൻ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. നീ വലിയ പണക്കാരിയല്ലേ, അതുകൊണ്ട് നീ പണം കൊടുത്ത് ഇതെല്ലാം നേടാൻ കഴിയുമോ എന്ന് നോക്ക്. എന്റെ ഭർത്താവായിട്ട് ഇത് ചെയ്തു തരും എന്ന് വിചാരിക്കണ്ട. പല്ലവി അവളോട് പറഞ്ഞു, കാവ്യ, അന്ന് സംഭവിച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്കറിയാം. അന്ന് ഞാൻ ബുദ്ധിയില്ലാതെ പറഞ്ഞതാണ്. ദയവ് ചെയ്ത് ഇനി അതൊന്നും മനസ്സിൽ വെക്കരുത്. അപ്പോൾ കാവ്യ ഇടയിൽ കയറി പറഞ്ഞു, എനിക്കതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല പല്ലവി. എന്റെ കല്യാണം നിശ്ചയിച്ച ദിവസം ഞാൻ വളരെ സന്തോഷത്തോടെ എന്റെ എല്ലാ കൂട്ടുകാരോടും ഈ വിവരം പറഞ്ഞു. അന്ന് നീ എന്നെ കളിയാക്കി, ജോലിയില്ലാത്ത ഭർത്താവ് എന്ന് പറഞ്ഞ്. അത് കേട്ട് അന്ന് എന്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കി ചിരിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി. അത് കേട്ട പല്ലവി പറഞ്ഞു, അതൊക്കെ അന്നത്തെ ബുദ്ധിയില്ലാത്ത കാലത്തല്ലേ. അതെല്ലാം ഓർത്ത് എനിക്ക് തന്നെ ഇപ്പൊ സ്വയം ലജ്ജ തോന്നുന്നുണ്ട്. അവിടെയുള്ള മുഴുവൻ സ്റ്റാഫും അഭിയും എല്ലാം അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്ന് അഭിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ കാവ്യ പറഞ്ഞു, ഇപ്പോൾ ലജ്ജ തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. അന്നത്തെ ആ പ്രതികാരം എനിക്ക് ഇന്ന് തീർക്കണം. അപമാനത്തിന് പകരം അപമാനം മാത്രമേ ഉണ്ടാകൂ എന്ന് നീ മനസ്സിലാക്കണം. പല്ലവി സംശയ കണ്ണുകളോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എങ്ങനെ പ്രതികാരം? കാവ്യ അഭിയെ നോക്കി പറഞ്ഞു, ഇവൻ നിന്റെ ഭർത്താവല്ലേ, എന്താണ് ഇവന്റെ ജോലി? എന്റെ ഭർത്താവിനോട് തുല്യമായി നിൽക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ഇവനുണ്ടോ? നിന്റെ വീട്ടിലല്ലേ ഇവൻ താമസിക്കുന്നത്? പല്ലവി ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. കാവ്യ, അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. കാവ്യ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കാര്യം പറഞ്ഞതാ പല്ലവി. ശരി, നിനക്ക് അപ്രൂവൽ തരാം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. എന്റെ ഭർത്താവ് അടക്കം ഇവിടെയുള്ള മുഴുവൻ സ്റ്റാഫുകളുടെയും മുന്നിൽ നിങ്ങൾ രണ്ടുപേരും കൈകൂപ്പി അപേക്ഷിച്ചാ മതി. അപ്രൂവൽ തരണേ, അപ്രൂവൽ തരണേ എന്നപേക്ഷിച്ചാൽ ചിലപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിക്കും. കാവ്യ, പ്ലീസ്, പല്ലവി ഉറക്കെ പറഞ്ഞു. എന്നാൽ കാവ്യ ഒട്ടും കുലുങ്ങിയില്ല. പുറത്തേക്കുള്ള വഴി അവിടെയാണ് പല്ലവി. പല്ലവി നിസ്സഹായതയോടെ വാതിലിന് പുറത്തേക്ക് കടന്നു. അവിടെ അവളെ കാത്ത് സതീഷ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പല്ലവിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അയ്യോ, പറ്റിയില്ലല്ലേ, സങ്കടായിപ്പോയല്ലോ. ഇനി എന്തായാലും ഈ പ്രൊജക്ട് എന്റെ കയ്യിൽ ഏൽപ്പിച്ചാ മതി. ആ, ഇനിയിപ്പൊ കമ്പനിന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ. പാവം. അല്ല, നിന്റെ ഭർത്താവ് എവിടെ പോയി? കമ്പനി സ്ഥാനം ഒന്നും ഇല്ല എന്ന് കേട്ടപ്പോ മുങ്ങിയോ? അപ്പോഴാണ് അഭി തന്റെ കൂടെ വന്നിട്ടില്ലെന്ന് പല്ലവി ശ്രദ്ധിച്ചത്. അവൾ വീണ്ടും അകത്തേക്ക് നോക്കി. ഗ്ലാസ്സിലൂടെ അകത്തെന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായി കാണാമായിരുന്നു. അതുകണ്ട് പല്ലവി ഞെട്ടിപ്പോയി. അകത്ത് അഭി മുഴുവൻ സ്റ്റാഫിന്റെ മുന്നിലും കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. എല്ലാവരും അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു. കാവ്യ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവൾ പല്ലവിയെ കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഭാഗ്യവതിയാണ് കേട്ടോ. നിന്റെ ഭർത്താവ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി അവൻ എന്തും ചെയ്യാൻ തയ്യാറാണല്ലോ. കൺഗ്രാറ്റ്സ്, ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. നിങ്ങൾക്ക് അപ്രൂവൽ തരും. അത് കേട്ട് സതീഷ് പിറകിൽ നിന്ന് പറഞ്ഞു, അതെങ്ങനെ പറ്റും? ഞാൻ നിങ്ങളുടെ ഭർത്താവിന് പണം നൽകിയതല്ലേ? കാവ്യ എപ്പോഴും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ പണം നിനക്ക് ഞങ്ങൾ തിരികെ തരും. എനിക്കെന്റെ പ്രതികാരമാണ് കൂടുതൽ പ്രധാനം. അതും പറഞ്ഞ് കാവ്യ മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും അഭി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു.
പല്ലവി അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ആരാണെന്നോ നിന്റെ വിചാരം? ആരോട് ചോദിച്ചിട്ടാണ് നീ ഇത് ചെയ്തത്? നിന്നെ ഇങ്ങനെ അപമാനിച്ച് എനിക്ക് ഈ പ്രൊജക്ട് നേടിയെടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അബി ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. പല്ലവി കണ്ണീരോടെ പറഞ്ഞു, എന്തായാലും നമുക്കിവിടുന്ന് പോവാം. അതും പറഞ്ഞ് പല്ലവി മുന്നോട്ട് നടന്നു. കുറച്ചു സമയം കൊണ്ട് അബിയും പല്ലവിയും വീട്ടിലേക്ക് മടങ്ങി. അവർ വീട്ടിലെത്തിയപ്പോഴേക്കും പല്ലവിക്ക് മുത്തശ്ശന്റെ കോൾ വന്നു. മോളെ പല്ലവി, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നീ അപ്രൂവൽ നേടിയെടുത്തല്ലേ? നിന്റെ ഈ വിജയം ആഘോഷിക്കാൻ ഞാൻ ഇന്ന് നമ്മുടെ പഴയ ആ വീട്ടിൽ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ട് പല്ലവി സന്തോഷത്തോടെ പറഞ്ഞു, ശരി മുത്തശ്ശ, ഞങ്ങൾ വരാം. അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. അവളുടെ സന്തോഷം കണ്ട് അബി ചോദിച്ചു, എന്താ പറ്റിയത്? പല്ലവി സന്തോഷത്തോടെ പറഞ്ഞു, മുത്തശ്ശൻ ഇന്ന് ഞങ്ങളുടെ പഴയ വീട്ടിൽ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരെയും അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. പെട്ടെന്ന് അല്പം ഗൗരവത്തോടെ പറഞ്ഞു, അതായത് എന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ കൊണ്ടുവിടാൻ നീയും വരുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പല്ലവിയുടെ ഉള്ളിൽ അബിയും കൂടെ വരണമെന്നാണെന്ന് അവന് മനസ്സിലായി. അവന് സന്തോഷം തോന്നി. പക്ഷേ അവനത് മുഖത്ത് കാണിച്ചില്ല. രണ്ടുപേരും വേഗം പാർട്ടിയിലേക്ക് പോയി. അബിയെയും പല്ലവിയെയും അവിടെ കണ്ടപ്പോൾ രമ്യയുടെയും സതീഷിന്റെയും മനസ്സിൽ ചില പ്ലാനുകൾ നടക്കുന്നുണ്ടായിരുന്നു. രമ്യ സതീഷിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ അബിയോടൊരു കാര്യം പറഞ്ഞിട്ട് അവനത് ചെയ്തില്ല. ഈയിടെയായിട്ട് അവൻ വല്ലാതെ തലയിൽ കയറുന്നുണ്ട്. സതീഷ് തന്റെ ഗ്ലാസ്സിലുള്ള ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് പറഞ്ഞു, അത് ശരിയാണ്. എന്തായാലും എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. ഇവിടെ കൂടി എല്ലാവരും ഇവരെ കളിയാക്കും. അതിനുള്ള പ്ലാനാണ്. നീയും എന്റെ കൂടെ നിൽക്കണം. രമ്യ സംശയത്തോടെ സതീഷിനെ നോക്കി. പല്ലവി തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കേട്ട് സന്തോഷിച്ചുകൊണ്ട് അഭിമന്യു നടന്നു. പെട്ടെന്ന് അവന്റെ ഫോൺ റിംഗ് ചെയ്തു. കോൾ എടുത്ത് നോക്കിയപ്പോൾ അത് വാസുദേവൻ വക്കീലിന്റെ കോളായിരുന്നു. അവൻ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാ ഇപ്പൊ വിളിച്ചത്? നിന്റെ തീരുമാനം എന്താണെന്ന് അറിയാനാണ് വീണ്ടും വിളിക്കുന്നത്. അന്ന് നീ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അഭിമന്യു കുറച്ചുനേരം മിണ്ടാതെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇക്കാര്യം പറഞ്ഞ് എന്നെ വിളിക്കണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. ഞാനൊരു പണക്കാരനാണെന്ന് ആരും അറിയരുത്. ഇതെല്ലാം രഹസ്യമായി ഇരിക്കാനാണ് എനിക്ക് താല്പര്യം. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. അതും പറഞ്ഞ് അബി ഫോൺ കട്ട് ചെയ്ത് മാറ്റിവെച്ചു. പല്ലവി അപ്പോൾ മുറിയിൽ അബിയെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. അവളുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു. അവൾ മെല്ലെ എഴുന്നേറ്റ് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വാർഡ്രോബ് തുറന്നു. പെട്ടെന്നതിൽ ഒരു പേപ്പർ കണ്ട് അവളൊന്ന് ഞെട്ടി. ശേഷം അവൾ അത് കയ്യിലെടുത്ത് നേരെ അബിയുടെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് അബിയെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു. പല്ലവിയുടെ നോട്ടം കണ്ട് അബി സംശയത്തോടെ ചോദിച്ചു, എന്താ പല്ലവി, എന്താ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ പല്ലവി അലമാരിയിൽ നിന്നും കിട്ടിയ പേപ്പർ അവന്റെ മുന്നിലേക്ക് നീട്ടി കാണിച്ചു. അതിൽ സോറി എന്നെഴുതിയിരുന്നു. അബി വെച്ചതാണ് അതവിടെ എന്ന് പല്ലവിക്ക് ഉറപ്പായിരുന്നു. എന്താ ഇത്? അബി പരുങ്ങലോടെ പറഞ്ഞു. അത് പിന്നെ ഇന്നലെ രാത്രി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. വല്ലാതെ വിശദീകരിക്കണ്ട. എന്താണ് ചെയ്തതെന്ന് സ്വയം ബോധ്യമുണ്ടല്ലോ, അത് മതി. അബിയോട് ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും പല്ലവി ദേഷ്യം അഭിനയിച്ചു നിന്നു. അവൾ തുടർന്നു, എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. ഓഫീസിൽ പോകാൻ ലേറ്റായി. അതും പറഞ്ഞ് പല്ലവി അവിടെ നിന്നും പോയി. അബിയും അപ്പോഴേക്ക് റെഡിയാവാൻ വേണ്ടി നടന്നു. അവൻ ഇന്ന് ബാങ്കിൽ പോവാനുണ്ടായിരുന്നു. അബി അപ്പോഴേക്കും തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെട്ടിരുന്നു. അവൻ ഗേറ്റിനടുത്ത് എത്താനായതും പിറകിൽ കാറിൽ നിന്നും പല്ലവി ഹോൺ മുഴക്കി. അബി ബൈക്ക് അവിടെ നിർത്തിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ഞാനും ഇന്ന് ബൈക്കിലാണ് വരുന്നത്. ഓഫീസിൽ പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. കാറിൽ പോയാൽ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് എത്താൻ ലേറ്റ് ആവും. ബൈക്കാവുമ്പോ ഒന്നുകൂടെ എളുപ്പമാവും. അബി ഉള്ളിൽ സന്തോഷിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവളോട് പിറകിൽ കയറാൻ പറഞ്ഞു. പല്ലവി അബിയുടെ കൂടെ ബൈക്കിൽ കയറി. അവൾ അവന്റെ തോളിൽ കൈവച്ചപ്പോൾ അവന്റെ ശരീരം ഒന്നാകെ ഒന്ന് പിടഞ്ഞു. പല്ലവിക്കും പെട്ടെന്ന് മനസ്സൊന്ന് കുളിർത്തു. ഇന്ന് ആദ്യമായി ഇരുവരും പരസ്പരം അടുത്തിരുന്നു. കുറച്ചു സമയം കൊണ്ട് തന്നെ ഇരുവരും സീചന്ദ് ഓഫീസിന്റെ മുന്നിലെത്തി. പല്ലവി ബൈക്കിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ അവളുടെ ഫോൺ റിംഗ് ചെയ്തു. അവൾ കോൾ എടുത്തതും അവളുടെ അമ്മ മാലിനി പറഞ്ഞു, മോളെ പല്ലവി, നീ എവിടെ? അച്ഛന് ഒരു അപകടം ഉണ്ടായി, വേഗം ഹോസ്പിറ്റലിൽ എത്തണം. ഇത് കേട്ടതും പല്ലവി ആകെ പേടിച്ചു. അബി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, പല്ലവി, എന്താ പറ്റിയത്? എന്താ നീ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? പല്ലവി വേഗം കോൾ കട്ട് ചെയ്തുകൊണ്ട് അബിയോട് പറഞ്ഞു, നമുക്കുടനെ സിറ്റി ഹോസ്പിറ്റലിൽ എത്തണം. അച്ഛൻ എന്തോ അപകടം പറ്റിയെന്ന്. വേഗം പോവാം. പല്ലവിയുടെ അച്ഛന് അപകടം പറ്റിയതറിഞ്ഞ് അബിയും ആകെ പേടിച്ചു. കാരണം അബിയോട് എന്നും സ്നേഹമുണ്ടായിരുന്നത് അദ്ദേഹത്തിന് മാത്രമായിരുന്നു. തിരിച്ച് അബിക്കും അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു. അവൻ വേഗം പല്ലവിയെയും കൂട്ടി ഹോസ്പിറ്റലിലെത്തി. രവിചന്ദ്രൻ അപ്പോൾ ഐസിയുവിലായിരുന്നു. മാലിനി പുറത്ത് കണ്ണീരൊഴുക്കിയിരിക്കുന്നുണ്ട്. പല്ലവിയെ കണ്ട മാലിനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ പല്ലവി, അച്ഛന് കുറച്ച് സീരിയസ് ആണ്, ഐസിയുലാണുള്ളത്. പല്ലവി അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ ഒന്ന് സമാധാനിക്ക്,
എല്ലാം ശരിയാകും, ഞാൻ നോക്കട്ടെ. അതെല്ലാം പറയുന്നുണ്ടെങ്കിലും പല്ലവിയും കരയുന്നുണ്ടായിരുന്നു. അബി അപ്പോഴേക്കും ഡോക്ടറുടെ അടുത്തെത്തി. എന്നിട്ട് ഡോക്ടറോട് ചോദിച്ചു, എന്തു പറ്റി ഡോക്ടർ? സാറിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ഡോക്ടർ പറഞ്ഞു, അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ നില വളരെ മോശമായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയ ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ഒബ്സർവേഷനിൽ തന്നെയാണ്. ശരിയാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എങ്കിലും നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞത് കേട്ട് അബി പേടിച്ചു. അവൻ പല്ലവിയുടെ അടുത്തേക്ക് ചെന്നു. ഐസിയുവിന് മുന്നിൽ പല്ലവിയും മാലിനിയും അബിയും സങ്കടത്തോടെ ഇരുന്നു. സമയം വൈകുന്നേരമായി. എല്ലാവരും അതേ ഇരിപ്പ് തുടരുകയായിരുന്നു. പല്ലവിയുടെ അവസ്ഥ കണ്ട് അബിക്ക് സങ്കടം തോന്നി. അച്ഛനോട് അവൾക്ക് എത്രമാത്രം സ്നേഹവും അടുപ്പവും ഉണ്ടെന്ന് അബിക്ക് നന്നായി അറിയാമായിരുന്നു. അവൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് പല്ലവിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, പല്ലവി, നീ അമ്മയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളൂ. അങ്കിളിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ വിളിച്ചോളാം. അത് കേട്ട് പല്ലവി സങ്കടത്തോടെ പറഞ്ഞു, അച്ഛൻ ഈ അവസ്ഥയിൽ ഇവിടെ വിട്ടിട്ട് ഞാൻ എങ്ങനെ വരും? എനിക്ക് കഴിയില്ല. പല്ലവി കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അബി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പല്ലവി നോക്ക്, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. എങ്കിലും രാവിലെ മുതൽ നീയും അമ്മയും ഇങ്ങനെ ഇരിക്കുന്നതല്ലേ? നിങ്ങളൊന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വാ. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അങ്കിളിനോട് നിനക്കുള്ള അതേ സ്നേഹം തന്നെ എനിക്കുണ്ട്. അദ്ദേഹം എനിക്ക് ദൈവത്തെപ്പോലെയാണ്. അദ്ദേഹം എന്നോട് കാണിക്കുന്ന സ്നേഹം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്കിളിനെ ഞാൻ നന്നായി നോക്കിക്കോളാം. നിങ്ങൾ പോയി വാ. അബി ഒരുപാട് പറഞ്ഞപ്പോൾ പല്ലവി സമ്മതിച്ചു. അവൾ മാലിന്യം കൂട്ടി വീട്ടിലേക്ക് പോയി. അബി വീണ്ടും ഐസിയുവിന്റെ മുമ്പിലിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ലുക്ക് ഹിയർ, പറയുന്നത് കേട്ട് ടെൻഷൻ ആവരുത്. മിസ്റ്റർ രവിചന്ദ്രന്റെ അവസ്ഥ വഷളാവുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഇംപ്രൂവ്മെന്റ് ഇപ്പൊ കാണുന്നില്ല. എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്തണം. അത് കേട്ട് അബി ഞെട്ടി. അവൻ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു, നല്ല മാറ്റം ഉണ്ടാവുന്നുണ്ടെന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. പിന്നെ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? ഡോക്ടർ പറഞ്ഞു, അതിനെക്കുറിച്ച് വിശദീകരിക്കാനൊന്നും ഇപ്പൊ സമയമില്ല. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവന് വരെ ആപത്താണ്. ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് കേട്ട് അബി വേഗം പറഞ്ഞു, എന്നാൽ ഡോക്ടർ ഓപ്പറേഷൻ പെട്ടെന്നാക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യം ചില പേപ്പേഴ്സ് ഫിൽ ചെയ്ത് സൈൻ ചെയ്യണം. എന്നിട്ട് ബിൽ കൗണ്ടറിൽ പോയി 15 ലക്ഷം കൊടുത്ത് സെറ്റിൽ ചെയ്യണം. ഞങ്ങൾ ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം. 15 ലക്ഷം എന്ന് കേട്ടപ്പോൾ അബി ഒന്ന് ഞെട്ടി. അത്രയും പണം തന്റെ കയ്യിൽ ഇല്ലല്ലോ എന്നവൻ ആലോചിച്ചു. പല്ലവിയെ വിളിച്ച് പണം ചോദിച്ചാൽ അച്ഛന്റെ ഓപ്പറേഷന്റെ കാര്യം പറയേണ്ടി വരും. വെറുതെ അവളെ ടെൻഷൻ ആക്കാത്തതാണ് ഇപ്പോൾ നല്ലത് എന്ന് അബി ചിന്തിച്ചു. പക്ഷെ പണം കിട്ടാൻ എന്തു ചെയ്യും എന്നവന് ഒരു വഴിയും കിട്ടിയില്ല. അവൻ ടെൻഷനോടെ തിരിഞ്ഞതും അവന്റെ പിറകിൽ ഒരാളെ കണ്ട് ഞെട്ടി. അത് വാസുദേവൻ വക്കീലായിരുന്നു. അയാളെ അപ്പോൾ അവിടെ കണ്ടതും അബി സംശയത്തോടെ ചോദിച്ചു, നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? മറുപടിയായി വാസുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെന്തെങ്കിലും ആവട്ടെ. നീ ഇനി എങ്ങനെയാണ് പണം അറേഞ്ച് ചെയ്യാൻ പോകുന്നത്? പല്ലവി വിളിക്കുമോ? അവളെ വെറുതെ ടെൻഷനാക്കണ്ട എന്നല്ലേ നീ ചിന്തിക്കുന്നത്? പക്ഷെ ഈ നടന്നതെല്ലാം തനിയെ സംഭവിച്ചതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വക്കീലിന്റെ വാക്കുകൾ കേട്ട അബി ഞെട്ടി നിന്നു. അയാൾ എന്താണ് പറയുന്നത് എന്ന് അബിക്ക് മനസ്സിലായില്ല. അവന്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടപ്പോൾ വക്കീൽ പറഞ്ഞു, നീ ഒരുപാട് അങ്ങ് ആലോചിക്കണ്ട. നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഈ അപകടം ഉണ്ടായത്. അബി എന്തു പറയണമെന്നറിയാതെ സ്തബ്ധനായി നിന്നു. വക്കീൽ പറഞ്ഞത് സത്യമാണെന്ന് ഒരു നിമിഷം വിശ്വസിച്ചില്ല. തന്റെ അച്ഛൻ അങ്ങനെ ചെയ്യുമോ? എന്നാൽ വാസുദേവന്റെ മുഖത്തെ ചിരി അപ്പോഴും മാഞ്ഞിരുന്നില്ല. അടുത്ത നിമിഷം അബിയുടെ മുഖം ആകെ ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ പറഞ്ഞു, നിങ്ങൾക്കെങ്ങനെ ഇതിന് ധൈര്യം വന്നു? അപ്പോൾ വാസുദേവൻ പറഞ്ഞു, നിന്റെ അച്ഛൻ ആദിത്യ പിള്ളയെ നിനക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. ബിസിനസ് ലോകത്തെ തന്നെ വിറപ്പിച്ചവനാണ് അദ്ദേഹം. അപ്പൊ പിന്നെ ഈ അപകടമൊക്കെ അദ്ദേഹത്തിന് വളരെ ചെറിയൊരു കാര്യം മാത്രം. അബി ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ കുറ്റമാണ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയില്ല. ഇതിന് നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും. അപ്പോൾ വാസുദേവൻ വീണ്ടും പറഞ്ഞു, അത് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന്റെ വില 15 ലക്ഷം രൂപ. അത് ഞങ്ങൾ ഇപ്പോൾ തന്നെ തരാം. അബി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ പണം വാങ്ങിയിട്ട് ഞാൻ ഈ ഓപ്പറേഷൻ നടത്തില്ല. അങ്ങനെ എന്നെ വരുതിക്ക് കൊണ്ടുവരാമെന്ന് നിങ്ങൾ കരുതണ്ട. വാസുദേവൻ അപ്പോഴും ചിരിയോടെ പറഞ്ഞു, നിനക്കിപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. ഇപ്പോഴീ പണം വാങ്ങിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്ന് സങ്കല്പിച്ചു നോക്കൂ. നിന്റെ അച്ഛൻ കാരണമാണ് ഈ അപകടം ഉണ്ടായതെന്ന് പല്ലവി അറിഞ്ഞാൽ പിന്നെ നിന്നോടുള്ള അവളുടെ പെരുമാറ്റം എങ്ങനെയാവും എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബ പ്രശ്നം കാരണം നിന്റെ ഭാര്യയ്ക്ക് അവളുടെ അച്ഛനെ നഷ്ടപ്പെടാൻ പോവുകയാണ്. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ഈ പണം വാങ്ങി ഓപ്പറേഷൻ നടത്തണം. അബി വാസുദേവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. വലിയൊരു തന്ത്രമാണ്
അച്ഛൻ കളിച്ചതെന്ന് അബിക്ക് മനസ്സിലായി. ഇത് താൻ പ്രതീക്ഷിക്കാത്ത നീക്കമാണെന്ന് അബി ചിന്തിച്ചു. അവൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ വാസുദേവൻ തുടർന്നു. അബി, നിന്റെ അച്ഛനെ എനിക്ക് നന്നായിട്ടറിയാം. ഇതിവിടെ തീരുമെന്ന് തോന്നുന്നില്ല. ഇനി പല്ലവി. പെട്ടെന്ന് പല്ലവി എന്ന് കേട്ടതും അബി പരിഭ്രാന്തിയോടെ സംസാരത്തിനിടയിൽ കയറി പറഞ്ഞു. ഓക്കെ, ശരി ശരി. പല്ലവിയെയോ അവളുടെ കുടുംബത്തെയോ അപകടത്തിലാക്കുന്ന ഒന്നും നിങ്ങൾ ഇനി ചെയ്യരുത്. നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം മാത്രം, ഞാൻ ആരാണെന്ന സത്യം പുറത്തുള്ള ആരും അറിയരുത്. അതുപോലെ ഞാൻ കാരണമാണ് ഈ അപകടം സംഭവിച്ചത് എന്നതും ആരും അറിയരുത്. അബിയുടെ മറുപടി കേട്ട് വാസുദേവൻ വക്കീൽ ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് പല്ലവി അവിടേക്ക് വരുന്നത് അബി കണ്ടത്. അവളുടെ കയ്യിൽ ഒരു ടിഫിൻ ഉണ്ടായിരുന്നു. പല്ലവിയെ കണ്ടതും വാസുദേവൻ അവിടെ നിന്നും പോയി. അബി അപ്പോഴേക്കും ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് ഓപ്പറേഷന് വേണ്ട നടപടികൾ ഇപ്പോൾ പൂർത്തിയാകുമെന്നും ഓപ്പറേഷൻ ആരംഭിക്കാനും പറഞ്ഞു. പല്ലവി അബിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, എന്താണ് അച്ഛന്റെ അവസ്ഥ? ആ, ഇപ്പൊ കുറച്ച് സുഖമാവുന്നുണ്ട്, എങ്കിലും പൂർണ്ണമായും മാറിയിട്ടില്ല. ഇതുവരെ കാണാനായിട്ടില്ല. അപ്പോൾ പല്ലവി കയ്യിലുള്ള ടിഫിൻ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയതാണ്. അച്ഛന് സുഖമായാൽ കൊടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. നീയും രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ, തൽക്കാലം ഇത് കഴിക്കേ. അപ്പോഴാണ് തനിക്ക് വിശക്കുന്നുണ്ടല്ലോ എന്ന് അബിക്ക് ഓർമ്മ വന്നത് തന്നെ. അവൻ വേഗം ടിഫിൻ വാങ്ങി തുറന്നു നോക്കി. അതിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു. അബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു അത്. അപ്പോഴാണ് അവൻ പല്ലവി പറഞ്ഞ ഒരു കാര്യം ഓർത്തത്. അച്ഛനു വേണ്ടിയാണ് അവൾ ഇത് കൊണ്ടുവന്നത് എന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ അങ്കിളിന് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ലല്ലോ. അത് പല്ലവിക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ പിന്നെ ഇവളിത് എനിക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്നതാണ്, തുറന്ന് സമ്മതിക്കില്ലെന്ന് മാത്രം. അബിയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അവനത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും രവിചന്ദ്രനെ ഐസിയുയിൽ നിന്ന് മാറ്റിയിരുന്നു. അതിനിടയിൽ അബിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. രമ്യയായിരുന്നു അത്. അബി സംശയത്തോടെ ഫോൺ എടുത്തതും അപ്പുറത്തു നിന്നും ഒരു ശബ്ദം കേട്ടു. അപ്പോൾ അബി ചോദിച്ചു, ഇതെന്താ പുതിയൊരു നാടകം? രമ്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എടാ, നാടകമൊന്നുമല്ല. ഇവിടെ ക്ലബിൽ വെച്ച് ചിലരെന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയതാണ്. അർജുന്റെയും സതീഷിന്റെയും നമ്പറിൽ വിളിച്ച് കിട്ടുന്നില്ല. അതുകൊണ്ടാ വേഗം നിന്നെ വിളിച്ചത്. ഒന്ന് പെട്ടെന്ന് വാ. പെട്ടെന്ന് ആരോ അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിയെടുത്ത് താഴേക്ക് എറിഞ്ഞതുപോലെ അബിക്ക് തോന്നി. രമ്യയുടെ നിലവിളിയും ചില ഗുണ്ടകളുടെ ശബ്ദവും അബിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഇന്ന് നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് ഇന്ന് പൂർത്തിയാക്കണം. നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. അപ്പോൾ രമ്യയുടെ നിലവിളി അവിടെ ഉയർന്നു. ഗുണ്ടകളെല്ലാം ഉറക്കി ചിരിക്കാൻ തുടങ്ങി. ആ നിലവിളിയും ചിരിയും എല്ലാം അബിയുടെ കാതുകളിൽ വ്യക്തമായി കേട്ടു. അബി വേഗം പല്ലവിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, പല്ലവി, എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട ജോലിയുണ്ട്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. പല്ലവി എന്തോ തിരികെ പറയാൻ ശ്രമിച്ചെങ്കിലും അബി അതൊന്നും കേൾക്കാൻ നിൽക്കാതെ വേഗം അവിടെ നിന്നും പോയി. അബി വേഗം ആ ക്ലബിലേക്ക് എത്തിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. ആ ക്ലബ്ബ് മുഴുവൻ ശൂന്യമായിരുന്നു. അപ്പോൾ തന്നെ അബിക്കെന്തോ ഗൂഢാലോചന മണത്തു. അവൻ ഹൃദയമിടിപ്പോടെ കുറച്ചുകൂടെ അകത്തേക്ക് നടന്നു നോക്കി. പെട്ടെന്നാരോ പുറകിൽ നിന്ന് ഒരു തൂവാല കൊണ്ട് അവന്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു. അബി സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മെല്ലെ ബോധം കെട്ടു വീണു. അതിനിടയിൽ മുന്നിൽ 2 രൂപങ്ങൾ അവൻ വ്യക്തമായി കണ്ടിരുന്നു. രമ്യയും സതീഷുമായിരുന്നു അത്. മെല്ലെ അവന്റെ ശരീരം തളർന്നു. അവൻ ബോധരഹിതനായി നിലത്തേക്ക് വീണു. പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് അബിക്കൊന്നും മനസ്സിലായില്ല. പിറ്റേന്ന് രാവിലെ അബി ഉറക്കമുണർന്നപ്പോൾ തന്റെ മുറിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ അപ്പോഴും തലകറക്കം പോലെ തോന്നി. ഒരു നിമിഷം എന്താണ് സംഭവിച്ചത് എന്നവന് മനസ്സിലായില്ല. പിന്നെയാണ് അവൻ കഴിഞ്ഞ രാത്രിയിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഓർത്തെടുത്തത്. അപ്പോൾ അബി ഞെട്ടിക്കൊണ്ട് ആലോചിച്ചു, ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എനിക്കെന്താണ് സംഭവിച്ചത്? രവിചന്ദ്രൻ അങ്കിൾ ഹോസ്പിറ്റലാണല്ലോ. ഞാനിവിടെ അവരുടെ കൂടെ നിൽക്കാതെ ഇവിടെ റൂമിൽ കിടക്കുകയായിരുന്നു എന്നറിഞ്ഞാൽ പല്ലവി എന്ത് വിചാരിക്കും? പക്ഷെ എന്തായിരിക്കും സംഭവിച്ചത് അതറിയണമല്ലോ. ഇങ്ങനെ ചിന്തിച്ച് അബി ഫോൺ എടുത്ത് രമ്യയെ വിളിച്ചു. രമ്യ ഫോൺ എടുത്ത ഉടനെ അബി പറഞ്ഞു, രമ്യ, എന്ത് കളിയാണ് ഇവിടെ നടക്കുന്നത്? നീ എവിടെയാണ്? ഞാൻ ആ ക്ലബിലെത്തിയപ്പോൾ അവിടെ നീ ഇല്ലായിരുന്നു. ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ ആരോ എന്നെ ആക്രമിച്ചു. പിന്നെ ഞാൻ അബോധാവസ്ഥയിലായി. ഇപ്പോൾ കണ്ണു തുറന്നപ്പോൾ ഞാൻ വീട്ടിൽ എന്റെ മുറിയിൽ തന്നെ കിടക്കുന്നു. സത്യം പറ, എനിക്കെന്താണ് സംഭവിച്ചത്? അപ്പോൾ രമ്യ അവനെ കളിയാക്കി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചെന്നോ? നീ ഇന്നലെ വല്ല മയക്കുമരുന്ന് കഴിച്ച് കിടന്നതാവും. രാവിലെ തന്നെ തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ നിന്നെ എവിടെയും വിളിച്ചിട്ടില്ല. ഞാനിപ്പോൾ പുറത്താണ് ഉള്ളത്. നീ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല. നിന്നോട് സംസാരിച്ചു നിൽക്കാൻ പറ്റിയ സമയമല്ല ഇപ്പോ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അതും പറഞ്ഞ് രമ്യ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. പെട്ടെന്ന് ഫോണിൽ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നത് കണ്ടു.
പല്ലവിയുടെ മെസ്സേജ് ആയിരുന്നു അത്. അച്ഛൻ ഇപ്പോൾ സുഖമാവുന്നുണ്ട്, വേഗം തന്നെ ഡിസ്ചാർജ് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിനായി ഓഫീസിലേക്ക് പോവുകയാണ്. അത് വായിച്ച് അബി ഒരു ദീർഘനിശ്വാസം വിട്ടു. അപ്പോഴാണ് അവന്റെ മൊബൈലിൽ വാസുദേവന്റെ കോൾ വന്നത്. കോൾ എടുത്ത അബിയോട് വാസുദേവൻ പറഞ്ഞു, നിനക്ക് താമസിക്കാൻ ഞാൻ ഊട്ടിയിലെ ഹിൽവ്യൂ മാൻഷനിൽ ഒരു വീട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നിനക്ക് അവിടെ പോയി നോക്കാം. അതിന്റെ ഉടമ ദേവരാജനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഹിൽവ്യൂ മാൻഷനെ കുറിച്ച് അബി ഒരുപാട് കേട്ടിട്ടുണ്ട്. അവിടെ ഒരു ഫ്ളാറ്റിന്റെ വില 50 കോടിയിൽ കുറയില്ലെന്ന് അവനറിയാം. പല്ലവിക്ക് അവിടം ഒരുപാട് ഇഷ്ടമാണെന്ന് ഒരിക്കൽ പറഞ്ഞത് അബി ഓർത്തു. അബി പിന്നീട് വേഗം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് ബൈക്ക് എടുത്ത് ദേവ് ശർമ്മയുടെ ക്ലബ്ബിലേക്ക് പോയി. രാത്രിയിൽ നടന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു അവന്റെ ചിന്ത മുഴുവൻ. അവൻ സ്വയം പറഞ്ഞു, ദേവ് ശർമ്മയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. അയാളുടെ ക്ലബ്ബിൽ എന്താണ് നടന്നതെന്ന് അയാൾക്കറിയാതിരിക്കില്ല. പക്ഷേ അതിനു മുൻപ് ഹിൽവ്യൂ മാൻഷനിലേക്ക് പോകുന്നതാണ് നല്ലത്. വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം തീർത്തേക്കാം. അങ്ങനെ ചിന്തിച്ച അബി ബൈക്കും കൊണ്ട് ഹിൽവ്യൂ മാൻഷനിലേക്ക് പോയി. അവിടെ എത്തിയതും അവൻ ബൈക്ക് ഒതുക്കി അകത്തേക്ക് നീങ്ങാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 സെക്യൂരിറ്റികൾ അവന്റെ വഴി തടഞ്ഞുകൊണ്ട് ചോദിച്ചു, ആരാണ് നീ? എന്താണ് അകത്തേക്ക് പോകുന്നത്? അപ്പോൾ അബി പറഞ്ഞു, എനിക്കിവിടെ ഒരു വീട് വേണം. ഞാനത് കാണാൻ വേണ്ടി വന്നതാണ്. അബിയുടെ പഴയ ബൈക്കും അവന്റെ വസ്ത്രവും എല്ലാം കണ്ട് ആ സെക്യൂരിറ്റിക്കാർ ചിരിക്കാൻ തുടങ്ങി. അവരവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, എടച്ചെക്ക, നീ ആദ്യം ഒന്ന് പോയി കണ്ണാടി നോക്കിയിട്ട് വാ. നിന്റെ കോലം വെച്ചാണോ ഇവിടെ ഫ്ളാറ്റ് വാങ്ങാൻ വരുന്നത്? ഇതിന്റെ ഗേറ്റ് കടക്കാനുള്ള അവകാശം പോലും നിനക്കില്ല. എന്തെങ്കിലും സ്വപ്നം കണ്ടു വന്നതാണെങ്കിൽ തിരികെ പോയിക്കോ. അവരുടെ സംസാരം കേട്ട് അബി പറഞ്ഞു, ഒരാളെ വസ്ത്രം നോക്കി വിലയിരുത്താൻ പാടില്ല. ഇവിടെ വരുന്ന അതിഥികളോട് നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അവർ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അബിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. അവസാനം ആ സെക്യൂരിറ്റികൾ അവന്റെ ബൈക്ക് നശിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അബി മുന്നോട്ട് ചെന്ന് അവരുടെ കയ്യിൽ പിടിച്ചു. അബി അവരെ തല്ലാൻ നിന്നപ്പോൾ പിറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. സർ സർ, ദയവ് ചെയ്ത് അവരോട് ക്ഷമിക്കണം. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. അബി തിരിഞ്ഞു നോക്കിയപ്പോൾ ഹിൽവ്യൂ മാൻഷന്റെ ഉടമ ദേവരാജ് അവിടെ നിൽക്കുന്നത് കണ്ടു. ദേവരാജ് ആ സെക്യൂരിറ്റികളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വരുന്ന അതിഥികളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നറിയുമോ? അപ്പോൾ അബി ദേവരാജിനോട് പറഞ്ഞു, എന്നെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കണ്ട മിസ്റ്റർ ദേവരാജ്. എന്നാൽ ഇവിടെ ഒരു പാവപ്പെട്ടവൻ വന്നാൽ എങ്ങനെ മാന്യമായി പെരുമാറണമെന്ന് ഇവരറിയണം. ദേവരാജ് പരുങ്ങലോടെ പറഞ്ഞു, സർ ഇങ്ങോട്ടേക്ക് വരുമെന്ന് അറിയാമായിരുന്നു. ഞാനത് ഇവരോട് പറയാൻ മറന്നതാണ്. സാറിനുള്ള ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്, അകത്തേക്ക് വരണം. അതും പറഞ്ഞ് ദേവരാജ് അബി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു വലിയ ടേബിളിൽ അബിക്ക് വേണ്ട ഭക്ഷണം എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അബിയെ നന്നായി പരിഗണിച്ചാൽ പിള്ളൈ ഗ്രൂപ്പിൽ നിന്നും തനിക്ക് നല്ല ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് ദേവരാജ് മനസ്സിൽ കരുതി. അതിനുവേണ്ടി അവൻ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അബി പറഞ്ഞു, നിങ്ങളുടെ ഈ ഹിൽവ്യൂ മാൻഷൻ ഇപ്പോൾ വളരെ ജനപ്രിയമാണല്ലോ. എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഇവിടെ ഒന്നുകൂടെ വിപുലീകരിക്കാനായാൽ രാജ്യമെമ്പാടും ഇത് പ്രശസ്തമാകും. ഒരുപാട് ആളുകൾ പിന്നീട് ഇങ്ങോട്ടേക്ക് വരും. ഷോപ്പിംഗ് മാളുകൾ വരെ ഇതിനകത്ത് സ്ഥാപിക്കാമല്ലോ. ദേവരാജ് ഈ അവസരത്തിനായി കാത്തിരിക്കുന്നത് പോലെ തോന്നി. അവൻ വേഗം തന്നെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മിസ്റ്റർ അഭിമന്യു. പക്ഷെ എന്റെ കയ്യിൽ അതിനുമാത്രം പണമൊന്നുമില്ല. കുറച്ചുകൂടെ പണം കിട്ടിയാൽ എല്ലാം ഒന്ന് മോടി പിടിപ്പിക്കാമായിരുന്നു. അപ്പോൾ കഴിക്കുന്നതിനിടയിൽ അബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഈ പ്രൊജക്റ്റിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാം. അത് കേട്ട ദേവരാജ് സന്തോഷത്തോടെ പറഞ്ഞു, അങ്ങനെ ചെയ്താൽ അതെന്റെ ഭാഗ്യമായി ഞാൻ കരുതും. എനിക്കതിന് സമ്മതമാണ്. അങ്ങനെ അവിടെ ഒരു കരാർ ഉറപ്പിച്ചു. ദേവരാജ് വളരെ സന്തോഷത്തിലായിരുന്നു. ഭക്ഷണം കഴിച്ചതിനു ശേഷം അബി അവിടെയെല്ലാം നടന്നു കണ്ടു. അവനവിടം വല്ലാതെ ഇഷ്ടമായി. കുറച്ചു സമയത്തിന് ശേഷം അവൻ ദേവരാജിനോട് പറഞ്ഞു, എന്നാൽ ഞാനിപ്പോ പോവുകയാണ്, കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്, കാണാം. അപ്പോൾ ദേവരാജ് വേഗം പറഞ്ഞു, നമ്മൾ ഉടനെ തന്നെ വീണ്ടും കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം, എന്റെ സെക്യൂരിറ്റികൾ നിങ്ങളുടെ ബൈക്ക് കേടുവരുത്തിയല്ലേ, ആ തെറ്റ് തിരുത്താൻ എനിക്കൊരവസരം തരണം. ദയവ് ചെയ്ത് വേണ്ട എന്ന് പറയരുത്. ദേവരാജ് അബിയുടെ മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവൻ തന്റെ ആളുകളോട് ഒരു സിഗ്നൽ കാണിച്ചു. അപ്പോൾ അവർ വേഗം ദേവരാജിന്റെ സ്പോർട്സ് കാർ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. ദേവരാജ് അബിയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നത് കണ്ട് അവർക്ക് വിശ്വസിക്കാനായില്ല. അബി ഒരു സാധാരണക്കാരനല്ലെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി. ദേവരാജ് അബിയോട് പറഞ്ഞു, നിങ്ങൾ ഈ കാർ എടുത്ത് പോയിക്കോളൂ, ബൈക്ക് ഇവിടെ നിന്നോട്ടെ, ഞാൻ ശരിയാക്കിയിട്ട് അയക്കാം. അബി ആദ്യം ഒന്ന് മടിച്ചു നിന്നെങ്കിലും പിന്നെ ദേവരാജ് വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൻ ആ കാറിൽ കയറി. എന്നിട്ട് അത് ഡ്രൈവ് ചെയ്ത് പുറത്തേക്ക് പോയി. അബി അപ്പോഴേക്കും പല്ലവിയുടെ ഓഫീസിന്റെ പുറത്തെത്തിയിരുന്നു. ഇന്ന് പല്ലവിയെ ഈ കാറിൽ കയറ്റിക്കൊണ്ട് പോകണമെന്ന് അബി ആഗ്രഹിച്ചു. പല്ലവി അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വന്നു. അബി ആ കാറിൽ കണ്ടതും അവൾ ചോദിച്ചു, എന്താണിതൊക്കെ? എന്തിനാ ഇത്ര വില കൂടിയ കാറൊക്കെ വാടകയ്ക്കെടുത്തത്? നല്ല വിലയായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. എന്റെ ഒരു സുഹൃത്ത് തന്നതാണിത്. നമുക്ക് വീട്ടിലേക്ക് പോവാം. അതും പറഞ്ഞ് അബി കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു. പല്ലവി അകത്തേക്ക് കയറി. അല്പസമയത്തിനകം രണ്ടുപേരും വീട്ടിലെത്തി. പെട്ടെന്ന് അബിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അവനത് നോക്കിയപ്പോൾ സതീഷിന്റെ മെസ്സേജ് ആയിരുന്നു. ആ മെസ്സേജ് തുറന്നു നോക്കിയതും അബിയുടെ കൈകൾ വിറച്ചു. അവന്റെ മുഖത്തെ പേടി കണ്ടതും പല്ലവി ചോദിച്ചു, എന്തുപറ്റി? അബി വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു, അത് ഒന്നുമില്ല. അവൻ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴും പല്ലവിക്ക് എന്തോ സംശയം തോന്നി. പക്ഷെ അവൾ ഒന്നും ചോദിച്ചില്ല. സത്യത്തിൽ സതീഷ് അയച്ച ആ മെസ്സേജിൽ അബിയുടെ നിരവധി ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിലെല്ലാം അബി ഒരു പെൺകുട്ടിയുടെ കൂടെ വസ്ത്രമൊന്നുമില്ലാതെ നിൽക്കുകയാണ്. ആ ചിത്രം കണ്ടാൽ അവർ രണ്ടുപേരും വളരെ അടുപ്പമുള്ളതായി തോന്നും. ഇന്നലെ രാത്രി തന്നെ ചതിച്ചുകൊണ്ട് എടുത്തതാണ് അതെല്ലാം എന്ന് അബിക്ക് മനസ്സിലായി. അബിക്കപ്പോൾ മറ്റൊരു മെസ്സേജ് കൂടെ വന്നു. ഈ ഫോട്ടോസ് എല്ലാം ഇപ്പോൾ പല്ലവിയുടെ ഫോണിലേക്ക് അയക്കാൻ പോവുകയാണ്. ഇവിടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡൈവോഴ്സ് പേപ്പർ തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ ഫോട്ടോസ് കണ്ടാൽ പല്ലവി എന്തായാലും ഈ പേപ്പറിൽ ഒപ്പിടും. നീ നേരെ ഇങ്ങോട്ടേക്ക് പോര്. ഇന്ന് തന്നെ നിന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും. സോ ഗെറ്റ് റെഡി. ആ മെസ്സേജ് വായിച്ചതോടെ അബി ആകെ തളർന്നു. അവന്റെ മുഖത്ത് വിചിത്രമായ ഭാവം കണ്ട് പല്ലവി പറഞ്ഞു, അബി, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയ്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അബി ഒന്നും പറഞ്ഞില്ല. പല്ലവിയും അബിയും വീട്ടിലെത്തിയപ്പോൾ അവിടെ സതീഷും രമ്യയും മാലിനിയും എല്ലാം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ അകത്തേക്ക് നടന്നതും ഡിവോഴ്സ് പേപ്പർ ടേബിളിൽ തന്നെ വെച്ചിരിക്കുന്നത് അബി ശ്രദ്ധിച്ചു. എല്ലാവരും എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്ന് അബിക്ക് മനസ്സിലായി. അവർ അകത്തേക്ക് കടന്നതും മാലിനി അലറിക്കൊണ്ട് പറഞ്ഞു, അവിടെ നിക്ക്, ഈ വീട്ടിലേക്ക് നീ അബദ്ധത്തിൽ പോലും കയറി പോരുത്. ഞാൻ എത്രയോ തവണ പറഞ്ഞു ഇവനിവിടെ കേറ്റാൻ കൊള്ളില്ലെന്ന്. എന്നിട്ട് അവസാനം കണ്ടില്ലേ? എടാ, എന്റെ മകൾ എത്ര ആത്മാർത്ഥമായിരുന്നു നിന്നെ സ്നേഹിച്ചത്. എന്നിട്ടും അവളെ ചതിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അബി വേഗം തന്നെ പറഞ്ഞു, നിങ്ങളെല്ലാം എന്ത് കണ്ടിട്ടാണ് ഈ പറയുന്നത്? ആ ഫോട്ടോസിൽ കണ്ടതെല്ലാം കള്ളമാണ്. ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ രമ്യ തർക്കിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇനി ഒന്നും സംസാരിക്കണ്ട. എല്ലാം ഈ ഫോട്ടോസ് തന്നെ പറയും. ഇതെല്ലാം കണ്ടിട്ട് ആരാണ് വിശ്വസിക്കാത്തത്? എന്നാലും പാവം പോലെ നടന്നിട്ട് കണ്ടില്ലേ? അതും പറഞ്ഞ് രമ്യ അവളുടെ ഫോൺ പല്ലവിയുടെ കയ്യിൽ കൊടുത്തു. അവൾ അമ്പരപ്പോടെ ആ ഫോട്ടോകളെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. പല്ലവി അത് നോക്കുന്നത് കണ്ട് അബി പറഞ്ഞു, പല്ലവി, ഇതെല്ലാം കള്ളമാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം പിരിയാൻ വേണ്ടി ഇവരെല്ലാം ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണിത്. ആ പെൺകുട്ടി ആരാണെന്ന് പോലും എനിക്കറിയില്ല. എന്നെ വിശ്വസിക്ക്. കണ്ടിട്ട് തന്നെ നാണക്കേട് തോന്നുന്നു. നിനക്കിനി ഇവിടെ നിൽക്കാൻ യാതൊരു അവകാശമില്ല. പല്ലവി കണ്ണീരോടെ അതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ നിന്നു. അബി അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിലെ കണ്ണുനീർ കണ്ടപ്പോൾ അവന്റെ ഹൃദയം പിടഞ്ഞു. അപ്പോൾ മാലിനി പല്ലവിയുടെ കയ്യിൽ ഒരു പേന വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, പല്ലവി, ഇത് ഡിവോഴ്സ് പേപ്പറാണ്. ഇനി ഒരുപാട് ആലോചിക്കണ്ട. നീ ഇതിലൊന്ന് സൈൻ ചെയ്താൽ മതി. ഇനി ഇവന്റെ കൂടെ നീ ജീവിക്കണ്ട. പല്ലവി ആ പേന വാങ്ങി ഭാരിച്ച ചുവടുകളോടെ ആ പേപ്പറിന്റെ അടുത്തേക്ക് നടന്നു. അത് കണ്ടതും അബിയുടെ ഹൃദയം ഉച്ചത്തിലിടിക്കാൻ തുടങ്ങി. അബി പലതും പറഞ്ഞിട്ടും പല്ലവി ഒന്നും മിണ്ടാതെ പേനയും കൊണ്ട് ടേബിളിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ പെട്ടെന്ന് പല്ലവി കയ്യിൽ കരുതിയിരുന്ന പേന നിലത്തേക്കെറിഞ്ഞു. ഇത് കണ്ട് രമ്യയും സതീഷും വായും പൊളിച്ചു നിന്നു. അപ്പോൾ മാലിനി ഉറക്കെ ചോദിച്ചു, പല്ലവി, നീ എന്താണ് ഈ ചെയ്യുന്നത്? അബി നിന്നെ ചതിക്കുകയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെന്താ ഒപ്പിടാത്തത്? വേഗം ആ പേന എടുക്ക്. ഇത് കേട്ട് പല്ലവി ദേഷ്യത്തോടെ ആ ഡിവോഴ്സ് പേപ്പർ എടുത്ത് പല കഷ്ണങ്ങളാക്കി കീറി രമ്യയുടെ മുഖത്തേക്ക് എറിഞ്ഞു. പല്ലവിയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് സതീഷും രമ്യയും ഞെട്ടിപ്പോയി. പല്ലവി തന്റെ ഉള്ളിലെ ദേഷ്യം മുഴുവൻ പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്ന് രാവിലെ ദേവ് ശർമ്മ എന്നെ കാണാൻ വന്നിരുന്നു. അയാൾ എന്നോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. സതീഷും രമ്യയും അബിയെ ഇന്നലെ രാത്രി കബളിപ്പിച്ച് അയാളുടെ ക്ലബിലേക്ക് കൊണ്ടുവന്ന കഥയൊക്കെ അയാൾ എന്നോട് പറഞ്ഞു. അയാളും അതിൽ കൂട്ടുനിന്ന കാര്യവും പറഞ്ഞു. ഇന്നലെ അബിയെ അബോധാവസ്ഥയിലാക്കിയ ശേഷം ഏതോ പെൺകുട്ടിയുമായി അവർ അബിയുടെ ഫോട്ടോസ് എടുത്തു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അബിയെ തിരികെ വീട്ടിൽ റൂമിൽ കൊണ്ട് കിടത്തി. ആ ഫോട്ടോസ് കാണിച്ച് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കാമെന്നല്ലേ എല്ലാവരും പ്ലാൻ ചെയ്തിരുന്നത്? എന്നാൽ ദൈവം എന്റെ കൂടെയാണ്. ദേവ് ശർമ്മ എല്ലാം ഏറ്റു പറഞ്ഞു എന്ന് കേട്ടതും സതീഷിന്റെയും രമ്യയുടെയും മുഖം വിളറി. രമ്യ പറഞ്ഞു, ദേവ് ശർമ്മയോ? അതാരാണ്? നിന്നെ ആരോ വന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണ് പല്ലവി. ഈ ഫോട്ടോസ് എല്ലാം ഒറിജിനലാണ്. ഇവന്റെ ആളുകൾ ആരോ നിന്നെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി വന്നതാവും. അത് കേട്ടതും പല്ലവി രമ്യയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുഖത്ത് ശക്തിയായി ആഞ്ഞടിച്ചു. രമ്യ പേടിയോടെ അവളുടെ കവിളിൽ കൈവച്ചുകൊണ്ട് പല്ലവിയെ നോക്കാൻ തുടങ്ങി. അപ്പോൾ പല്ലവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും മതിയായില്ലേ? ദേവ് ശർമ്മ CCTV ദൃശ്യങ്ങളടക്കം എനിക്ക് പൂർണ്ണമായ തെളിവ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അബിയോട് ചെയ്ത ചതി അതിൽ വ്യക്തമായി കാണാം. ഇത്രയും തരം താഴ്ന്ന കളി നിങ്ങൾ കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
നിങ്ങൾ ആ ഫോട്ടോസ് അബിക്ക് നേരത്തെ അയച്ചു കൊടുത്തിട്ടും അവൻ എന്നോടൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടാൻ ഇവൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണത്. ഞാൻ ഒരു തരത്തിലും ഇവനെ തെറ്റിദ്ധരിക്കരുതെന്നും ഇവൻ ആഗ്രഹിച്ചു. എന്നാലും ഇത് ചീപ്പായിപ്പോയി. എല്ലാം പറഞ്ഞതിന് ശേഷം പല്ലവി അബിയുടെ മുഖത്തേക്ക് നോക്കി. പല്ലവിയുടെ കണ്ണുകളിലെ കണ്ണീർ തനിക്ക് വേണ്ടിയാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അബിക്ക് അവളോട് വല്ലാത്ത സ്നേഹം തോന്നി. താൻ പല്ലവിയെ ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലെന്ന് അബിക്ക് അപ്പോൾ തോന്നി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, പല്ലവി, അബി ഒന്നും പറയണ്ട, എല്ലാം എനിക്ക് അറിയാലോ. അതും പറഞ്ഞ് പല്ലവി സതീഷിനെയും രമ്യയെയും തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇനി നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് മുൻപ് വേഗം ഇവിടുന്ന് പൊക്കോളൂ. അബദ്ധത്തിൽ പോലും ഇങ്ങോട്ട് ഇനി കയറി വരരുത്. സതീഷും രമ്യയും ഒന്നും മിണ്ടാതെ തല കുനിച്ച് അവിടുന്ന് പോയി. അപ്പോൾ മാലിനി പല്ലവിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മോളെ, സതീഷും രമ്യയും ചേർന്ന് ഇത് ചെയ്ത കാര്യം എനിക്കറിയില്ലായിരുന്നു. സോറി. അറിയില്ലെന്ന് അല്ലേ? ശരി, തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. വേഗം ഇവിടെ നിന്നൊന്ന് പോയി തന്നാ മതി. പല്ലവിയുടെ വാക്കുകൾ കേട്ട മാലിനി ഒന്നും മിണ്ടാതെ തല കുനിച്ച് അവിടെ നിന്നും പോയി. അപ്പോൾ പല്ലവി അബിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നേരത്തെ ആ മെസ്സേജ് വന്നപ്പോൾ തന്നെ നിനക്ക് എന്നോട് കാര്യം പറയാമായിരുന്നു. എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമുണ്ട്. അത് ഇതുപോലെ ഫേക്ക് ഫോട്ടോസ് ഉണ്ടാക്കി ഒന്നും തകർക്കാൻ പറ്റുന്നതല്ല. എന്നാലും പെട്ടെന്ന് കണ്ടപ്പോ സോറി, അബി ചമ്മലോടെ പറഞ്ഞൊപ്പിച്ചു. അബിയുടെ മുഖഭാവം കണ്ട് പല്ലവിക്ക് ചിരി വന്നു. പല്ലവിക്ക് തന്റെ വിശ്വാസമുണ്ടെന്ന് കേട്ടപ്പോൾ അബിക്ക് സമാധാനം തോന്നി. രണ്ടുപേരും അകത്തേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ പല്ലവിയുടെ മുന്നിൽ വലിയൊരു വെല്ലുവിളി വന്നു. രാവിലെ എഴുന്നേറ്റ് അവൾ അബിയുടെ കൂടെ ഓഫീസിലേക്ക് പോയി. അവിടെ എത്തിയ ഉടൻ മുത്തശ്ശൻ എല്ലാവരെയും മീറ്റിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചതറിഞ്ഞു പല്ലവിയും അങ്ങോട്ടേക്ക് പോയി. സതീഷും രമ്യയും അടക്കം കുടുംബത്തിലെ പലരും അവിടെ മീറ്റിംഗിനുണ്ട്. എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ സംസാരിക്കാൻ ആരംഭിച്ചു. ഊട്ടിയിലെ ഹിൽവ്യൂ മാൻഷനെ കുറിച്ച് കേൾക്കാത്തവരായി ആരുമില്ലല്ലോ. അവിടെ ഏതോ ഒരു വലിയ കമ്പനി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കവിടെ എന്തൊക്കെയോ തുടങ്ങാനുള്ള പ്ലാനാണ്. കുറച്ചു കാലം കൊണ്ട് അതൊരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആവും. പല വൻകിട കമ്പനികളും ആ പ്രൊജക്ടിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ കമ്പനിക്ക് ആ പ്രൊജക്ട് കിട്ടണം. നിങ്ങൾക്ക് സാധ്യമായ വിധത്തിൽ ഈ പ്രൊജക്ട് നേടിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. അതിനു പറ്റിയ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയാം. എങ്ങനെയെങ്കിലും നമുക്ക് ഈ പ്രൊജക്ടിന്റെ പ്രധാന ഭാഗമാവണം. ഇത് നടപ്പിലാക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം ഞാൻ നൽകും. മുത്തശ്ശന്റെ വാക്കുകൾ കേട്ട എല്ലാവരും പരസ്പരം നോക്കാൻ തുടങ്ങി. അങ്ങനെയൊരു ടൂറിസം പ്രൊജക്ടിന്റെ കാര്യം മീഡിയകളിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് സതീഷ് എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, രവിചന്ദ്രൻ അങ്കിളിന്റെ കീഴിൽ മികച്ചൊരു എഞ്ചിനീയർമാരുടെ ടീമുണ്ടല്ലോ. നമുക്ക് ആ ഒരു പ്രപ്പോസലുമായി മുൻപോട്ട് നീങ്ങിയാലോ? അങ്കിൾ ഇപ്പോൾ ഹോസ്പിറ്റലല്ലേ. ആ ടീമിനെ എനിക്ക് കൈമാറിയാൽ മതി. അത് വെച്ച് ഈ പ്രൊജക്ട് ഞാൻ നേടിയെടുത്തിരിക്കും. അങ്കിളിന് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് കേട്ടതും പല്ലവി മനസ്സിലാലോചിച്ചു. അച്ഛനിൽ നിന്ന് ഇപ്പോൾ തന്നെ കമ്പനിയുടെ പലതും ഇവർ തട്ടിയെടുത്തു കഴിഞ്ഞു. ഇനി ഈ ടീമിനെ കൂടി തട്ടിയെടുത്താൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുമ്പോൾ അച്ഛൻ ഇവിടെ പിന്നെ ഒരു വിലയും ഉണ്ടാവില്ല. പല്ലവി അത് തടയാൻ വേണ്ടി സംസാരിക്കാൻ നിന്നെങ്കിലും രമ്യ വേഗം ഇടയിൽ കയറി പറഞ്ഞു, സതീഷേട്ടൻ പറഞ്ഞ ശരിയാണ്. അങ്കിൾ ഹോസ്പിറ്റലായതുകൊണ്ട് ഒഫീഷ്യലി തന്നെ ആ ടീമിനെ എല്ലാം സതീഷേട്ടനെ ഏൽപ്പിക്കണം. പലരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ട് മുത്തശ്ശനും അത് സമ്മതിച്ചു. എല്ലാ കാര്യങ്ങളും സതീഷിനെ ഏൽപ്പിച്ചു. പല്ലവിക്കപ്പോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾക്കാകെ ടെൻഷനായി. ഈ പ്രൊജക്ട് സതീഷ് വിജയിപ്പിച്ചെടുത്താൽ പിന്നെ ഈ കമ്പനിയിൽ തനിക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ലെന്ന് പല്ലവിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, പിന്നെ സതീഷേ, ഒരു കാര്യം കൂടെ. ഈ പ്രൊജക്റ്റിൽ നീ തോറ്റുപോയാൽ പിന്നെ നിനക്ക് കമ്പനിയിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. അതോർമ്മ വേണം. അത് കേട്ടതും സതീഷ് ഒന്ന് പേടിച്ചു. പ്രൊജക്ട് വിജയിപ്പിക്കാനായാൽ കിട്ടാൻ പോകുന്ന സ്ഥാനമാനങ്ങളെക്കുറിച്ച് മാത്രമേ അവൻ ചിന്തിച്ചിരുന്നുള്ളൂ. വലിയൊരു റിസ്ക്കാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നവന് മനസ്സിലായി. സതീഷ് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മുത്തശ്ശനോട് പറഞ്ഞ് ആ മീറ്റിംഗിനിടയിൽ നിന്ന് ഒന്ന് പുറത്തേക്കിറങ്ങി. എന്നിട്ടവൻ വേഗം ഫോൺ എടുത്ത് ഹിൽവ്യൂ മാൻഷന്റെ CEO ദിനേശിനെ വിളിച്ചു. അയാൾ ഫോൺ എടുത്തതും സതീഷ് പറഞ്ഞു, ഹലോ സർ, ഞാൻ സീചന്ദ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും സതീഷാണ് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ കമ്പനിയുടെ ടൂറിസം പ്രൊജക്ടുമായി സഹകരിക്കാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് ടീം. പെട്ടെന്ന് ദിനേശ് ശക്തമായ ശബ്ദത്തിൽ ഇടയിൽ കയറി പറഞ്ഞു, നിങ്ങൾ ആരാണ്? ഫോണിലൂടെയാണോ പ്രൊജക്ടിന്റെ കാര്യമൊക്കെ പറയുന്നത്? അത് നിങ്ങളുടെ കമ്പനിക്ക് തന്നെയാണെന്ന് നിങ്ങൾ അവിടെ ഇരുന്ന് തീരുമാനിച്ചാൽ മതിയോ? നീ ആരാണെന്ന് നിന്റെ വിചാരം? അപ്പൊ സതീഷ് പേടിച്ചുകൊണ്ട് പറഞ്ഞു, സർ ഐ എം സോറി. ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്ത് വില കൊടുത്തും എനിക്ക് ആ പ്രൊജക്ട് വേണം. അപ്പോൾ ദിനേശിന്റെ ശബ്ദം ഉയർന്നു, എന്ത് വില കൊടുത്തും വേണമെന്നോ? ഇങ്ങനെയാണോ ഒരു പ്രൊജക്ടിന്റെ കാര്യം സംസാരിക്കേണ്ടത്? എന്തായാലും നീ നാളെ ഓഫീസിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. വാ, ഞാൻ അവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് നിന്റെ കമ്പനിയുടെ കാര്യം ഞാൻ ശരിയാക്കി തരാം. അതും പറഞ്ഞ്
ദിനേശ് ഫോൺ കട്ട് ചെയ്തു. സതീഷ് ആകെ ഞെട്ടിപ്പോയി. അവന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. നാളെ പ്രൊജക്ടിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഓഫീസിലേക്ക് ചെന്നാൽ ആകെ നാണം കെടുമെന്ന് അവന് മനസ്സിലായി. അവൻ സ്വയം പറഞ്ഞു, ഇനി ഞാൻ എന്തു ചെയ്യും? നാളെ ഞാൻ എങ്ങനെ അവിടെ പോവും? ഈ പ്രൊജക്ട് കമ്പനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി. പക്ഷെ നാളെ അവിടെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. പോയാൽ നാണം കെടും. അപ്പോ അവന്റെ പിറകിൽ നിന്നിരുന്ന രമ്യ ഇതെല്ലാം കേട്ടിരുന്നു. അവൾ അവന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നാളെ അവിടെ പ്രൊജക്ടിന്റെ കാര്യം സംസാരിക്കാൻ നമ്മുടെ കമ്പനിയിൽ നിന്ന് ചെല്ലുന്ന ആളല്ലേ നാണം കെടുക? അത് ചേട്ടൻ വേണ്ടല്ലോ. കമ്പനിയുടെ പേര് രക്ഷിക്കാനല്ലേ പല്ലവി അവിടെ ഇരിക്കുന്നത്. മനസ്സിലായോ? രമ്യയുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയ സതീഷിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. സതീഷ് മനസ്സിൽ ചില പ്ലാനുകളോടെ വേഗം തിരിച്ച് മീറ്റിംഗ് റൂമിലേക്ക് തന്നെ ചെന്നു. പല്ലവി അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മുത്തശ്ശൻ ചോദിച്ചു, എന്താ സതീഷേ, നിനക്കൊരു ടെൻഷൻ പോലെ? അപ്പോൾ സതീഷ് പറഞ്ഞു, മുത്തശ്ശ, ഞാൻ ഈ പ്രൊജക്ട് ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീടാണ് ഒരു കാര്യം ചിന്തിച്ചത്. പല്ലവി ഈ കമ്പനിക്ക് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഇവൾ രാവും പകലും ഇതിനുവേണ്ടി ജോലി ചെയ്യുന്നു. ഇവളുടെ കഷ്ടപ്പാട് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ മുത്തശ്ശൻ അല്പം ഉച്ചത്തിൽ ചോദിച്ചു, സതീഷേ, നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായി പറ. വെറുതെ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കണ്ട. അപ്പോൾ സതീഷ് പറഞ്ഞു, ഹിൽവ്യൂ മാൻഷന്റെ പ്രൊജക്ടിനായി പല്ലവി ശ്രമിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അവളുടെ കഴിവ് വെച്ച് നോക്കുമ്പോ അവൾക്ക് ഈ പ്രൊജക്ട് എളുപ്പത്തിൽ കിട്ടുമെന്ന് ഉറപ്പാണ്. നമ്മുടെ കമ്പനിക്കും അത് പ്രയോജനം ചെയ്യും. ഞാൻ വെറുതെ പോയിട്ട് ഒരു കാര്യമില്ല. പല്ലവി പോട്ടെ മുത്തശ്ശ, അവൾക്കൊരു അവസരം കൊടുക്കാം. സതീഷിന്റെ വാക്കുകൾ കേട്ട് പല്ലവി ആകെ അമ്പരന്ന് പോയി. എന്തുകൊണ്ടാണ് അവന് പെട്ടെന്ന് തന്നോട് സഹതാപം ഉടലെടുത്തതെന്ന് പല്ലവിക്ക് മനസ്സിലായില്ല. ഇതിലെന്തോ കള്ളത്തരം ഉണ്ടായെന്ന് പല്ലവി ചിന്തിച്ചു. അപ്പൊ മുത്തശ്ശൻ പ്രഖ്യാപിച്ചു, അതെ സതീഷ, നീ പറഞ്ഞത് ശരിയാണ്. പല്ലവിക്ക് നമ്മളൊരു അവസരം കൊടുക്കണം. നാളെ പല്ലവി പോകട്ടെ അവിടെ. അത് കേട്ടതും സതീഷ് ചുണ്ടിൽ ഒരു വിജയ ചിരിയുമായി അവിടെ നിന്നും പോയി. എന്നിട്ട് പുറത്തു നിൽക്കുന്ന രമ്യയോട് പറഞ്ഞു, ഇനിയാണ് കളി മോളെ. നാളെ പല്ലവി അവിടേക്ക് ചെല്ലും. ആ ദിനേശ് അവളെ പത്രസമ്മേളനത്തിൽ വെച്ച് നാണം കെടുത്തി പറഞ്ഞയക്കും. എന്നിട്ട് മുത്തശ്ശൻ പല്ലവിയെ കമ്പനിയിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കും. പിന്നെ നമ്മുടെ ദിവസങ്ങളാണ് വരുന്നത്. അവന്റെ വാക്കുകൾ കേട്ട് രമ്യയുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. പല്ലവി ഈ ചതിയൊന്നും അറിയാതെ മുത്തശ്ശനുമായി ചർച്ച തുടർന്നു. പിറ്റേ ദിവസം രാവിലെ സതീഷും രമ്യയും പല്ലവിയുമായി ദിനേശിന്റെ ഹെഡ് ഓഫീസിലെത്തി. പല്ലവിയെ അവിടെ ഇറക്കിയതിനു ശേഷം സതീഷ് പറഞ്ഞു, പല്ലവി, ഞങ്ങൾ അകത്തേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഇവിടെ പുറത്തു നിൽക്കാം. നീ പോയി വാ. ഓൾ ദി ബെസ്റ്റ്. പല്ലവി അവരെ ഒന്ന് നോക്കി. എന്നിട്ട് അകത്തേക്ക് നീങ്ങി. അവൾ അകത്തേക്ക് എത്തിയതും അവിടെ ഒരുപാട് വൻകിട കമ്പനികളിൽ നിന്നുള്ള ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ തന്റെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് പല്ലവിക്ക് തോന്നി. അവിടെ ഒരു പ്രസ് മീറ്റ് നടക്കുകയാണ്. പത്രപ്രവർത്തകരും ചാനലുകാരും എല്ലാം അവിടെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ടായിരുന്നു. സതീഷ് എന്തോ കളി കളിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ പല്ലവിക്ക് മനസ്സിലായി. അവിടെ എല്ലാവരും ദിനേശിന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. പല്ലവി പേടിയോടെ തന്റെ സീറ്റിലിരുന്നു. അപ്പോഴാണ് ദിനേശ് അവിടേക്ക് കടന്നു വരുന്നത്. അയാൾ വന്നതും എല്ലാവരെയും ഒന്ന് നോക്കി. എന്നിട്ട് എന്തോ ആലോചിച്ചതിനു ശേഷം ഉറക്കെ ചോദിച്ചു, സീചന്ദ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നും ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പോൾ പല്ലവി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഉണ്ട് സർ, ഞാനാണ് പല്ലവി രവിചന്ദ്രൻ. ഞാൻ പ്രൊജക്ട് നേടുന്നതിനു വേണ്ടി കമ്പനിയിൽ നിന്ന് വന്നതാണ്. ദിനേശ് അവളെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ആഹാ, നീയാണല്ലേ അവിടുന്ന് വന്നത്. നീ വന്ന് ഇവിടെ ഇരുന്നേ. നിന്നിൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാവരും അത്ഭുതത്തോടെ പല്ലവിയെ തന്നെ നോക്കാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്ന് പല്ലവിക്കും മനസ്സിലായില്ല. എങ്കിലും അവൾ മുന്നോട്ട് ചെന്ന് ദിനേശിന്റെ അടുത്തുള്ള കസേരയിലിരുന്നു. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഊഹിക്കാൻ പറ്റാത്തൊരു പുഞ്ചിരി ദിനേശിന്റെ മുഖത്തുണ്ടായിരുന്നു. ദിനേശ് സംസാരിക്കുന്ന നിമിഷത്തിനായി കാത്തുനിൽക്കുന്ന മാധ്യമങ്ങളുടെയും കമ്പനികളുടെയും കൂട്ടത്തിൽ സതീഷും രമ്യയും നിൽക്കുന്നുണ്ടായിരുന്നു. പല്ലവി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കപ്പെടുന്നത് കാണാൻ നിൽക്കുകയാണ് അവർ. അപ്പോൾ ദിനേശ് സംസാരിച്ചു തുടങ്ങി, ഇത് പല്ലവി രവിചന്ദ്രൻ. ഈ പ്രൊജക്ട് ഏറ്റെടുക്കാൻ അവളുടെ കമ്പനിയിൽ നിന്നുമുള്ള ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് ഇവൾ ഇവിടെ വന്നത്. എന്നാ പിന്നെ ആ പ്രൊജക്ട് എടുത്ത് ഇവർക്ക് തന്നെ നൽകാം അല്ലേ? ഇവര് ഫോണിൽ വിളിച്ചു ചോദിച്ചതല്ലേ? അത് പറയുമ്പോൾ ദിനേശിന്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ സതീഷും രമ്യയും കാത്തിരുന്നു. ദിനേശിന്റെ വാക്കുകൾ കേട്ട സതീഷിന്റെയും രമ്യയുടെയും കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. പെട്ടെന്ന് ദിനേശിന്റെ ഫോൺ റിംഗ് ചെയ്തു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഒരു അജ്ഞാത നമ്പറിൽ നിന്നുള്ള കോളാണെന്ന് അയാൾ കണ്ടു. ദിനേശ് ഫോൺ എടുത്തപ്പോൾ അപ്പുറത്തുനിന്നും എന്തോ പറഞ്ഞു. അപ്പോൾ ദിനേശ് പറഞ്ഞു, ഓക്കെ സർ, ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ എല്ലാം ചെയ്യാം. എല്ലാം ഞാൻ ഏറ്റു. താങ്ക് യു സർ. അതും പറഞ്ഞ് ദിനേശ് കോൾ കട്ട് ചെയ്തു. എന്നിട്ട് മൈക്കിൽ എല്ലാവരോടുമായി പറഞ്ഞു, സോറി, ഒരു അർജന്റ് കോളായിരുന്നു. അപ്പോൾ കാര്യത്തിലോട്ട് വരാം.
നേരത്തെ ഞാൻ ഇവരുടെ സീചന്ദ് കമ്പനിയുടെ കാര്യമാണ് പറഞ്ഞത്. ഫോണിലൂടെ ഇത്തരമൊരു ഇടപാട് നടത്തുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. എന്നാൽ ഇപ്പോൾ ഞാൻ എന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ കമ്പനിയിലെ പ്രൊജക്ടിനു വേണ്ടിയാണ് ഇവിടെ പലരും കൂടിയിരിക്കുന്നത് എന്നെനിക്കറിയാം. എന്നാൽ ആ പ്രൊജക്ട് ഞാൻ മിസ് പല്ലവി രവിചന്ദ്രന്റെ സീചന്ദ് കമ്പനിക്ക് നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് കേട്ടതും അവിടെ ഇരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ദിനേശ് അത് പറഞ്ഞതും പല്ലവി പോലും വിശ്വസിക്കാനാവാതെ അയാളെ തന്നെ നോക്കി നിന്നു. സതീഷും രമ്യയും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ നിന്നു. അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ദിനേശ് കരാർ ഒപ്പിടാനുള്ള പേപ്പറുകൾ എടുത്ത് പല്ലവിക്ക് നേരെ നീട്ടി. അവൾ അതിൽ സൈൻ ചെയ്തു. ദിനേശ് അവൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്ത് എല്ലാം ഉറപ്പിച്ചതും അവിടെ മുഴുവൻ കയ്യടികൾ ഉയർന്നു. അപ്പോൾ ദിനേശ് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്യുന്നത് പല്ലവി കണ്ടു. സ്ക്രീനിലേക്ക് നോക്കിയ അവൾ അഭിമന്യുവിന്റെ പേര് കണ്ട് ഞെട്ടിപ്പോയി. അഭി ഫോൺ എടുത്തതും ദിനേശ് പറഞ്ഞു, എല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. അപ്പുറത്തുനിന്ന് എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ പല്ലവി മനസ്സിൽ വിചാരിച്ചു, ഇതാണോ ഇനി അഭിക്ക് കാറൊക്കെ കൊടുത്തെന്ന് പറഞ്ഞ അഭിയുടെ സുഹൃത്ത്? ആവും, അതുകൊണ്ടാവും ഈ പ്രൊജക്ട് എനിക്ക് കിട്ടിയത്. എന്നാലും അഭിക്കെങ്ങനെ ഇയാളെ? പല്ലവി ആലോചനയിലായി. ആ ആൾക്കൂട്ടത്തിൽ വാസുദേവൻ വക്കീലും ഉണ്ടായിരുന്നു. അയാളുടെ ഫോണിലേക്ക് അഭിയുടെ കോൾ വന്നു. ഫോൺ എടുത്ത ഉടനെ വാസുദേവൻ പറഞ്ഞു, എല്ലാം പറഞ്ഞതുപോലെ തന്നെ ചെയ്തില്ലേ? ഈ പ്രൊജക്ട് പല്ലവിയുടെ കമ്പനിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? അപ്പുറത്ത് നിന്ന് അഭി പറഞ്ഞു, താങ്ക് യു. എന്തായാലും അയാൾക്ക് ഇതിന് പ്രതിഫലമായി ഒരു നല്ല ഗിഫ്റ്റ് തന്നെ കൊടുക്കണം. അതും പറഞ്ഞ് അഭി ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും പല്ലവി അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നു. അതേസമയം സീചന്ദ് കമ്പനിയിൽ പല്ലവിയുടെ മുത്തശ്ശൻ ടിവിയിൽ ബിസിനസ് വാർത്തകൾ കാണുകയായിരുന്നു. അപ്പോഴാണ് അതിലൊരു വാർത്ത കാണുന്നത്. പ്രശസ്തമായ ഹിൽവ്യൂ മാൻഷന്റെ പ്രൊജക്ട് സീചന്ദ് കൺസ്ട്രക്ഷൻ കമ്പനി ഏറ്റെടുത്തെന്ന്. അതോടുകൂടി ഷെയർ മാർക്കറ്റിൽ സീചന്ദ് കമ്പനിയുടെ മൂല്യം പെട്ടെന്ന് കൂടി. രാജ്യത്തെ പല വൻകിട കമ്പനികളും സീചന്ദ് കൺസ്ട്രക്ഷനിൽ നിക്ഷേപം നടത്താനും അവരുമായി ചേർന്ന് പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നു എന്ന് വാർത്തകൾ പറയുന്നു. അത് കേട്ടതും മുത്തശ്ശന്റെ മുഖത്ത് വലിയ സന്തോഷം നിറഞ്ഞു. പല്ലവി, ഇത് വലിയൊരു അത്ഭുതമായല്ലോ, മുത്തശ്ശൻ സന്തോഷം കൊണ്ട് സ്വയം പറഞ്ഞു. പെട്ടെന്നാണ് വാതിലിൽ മുട്ടുകേട്ടത്. അപ്പോൾ പല്ലവി അകത്തേക്ക് വന്നു. അവളെ കണ്ടതും മുത്തശ്ശൻ സന്തോഷത്തോടെ പറഞ്ഞു, വരൂ മോളെ, നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പല്ലവി വന്ന് മുത്തശ്ശനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ മുത്തശ്ശൻ സന്തോഷത്തോടെ പറഞ്ഞു, നന്നായി മോളെ, ഇന്ന് ഈ കമ്പനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇതിനു പകരമായി നിനക്ക് എന്താണ് വേണ്ടത്? നീ ഇന്ന് എന്ത് ചോദിച്ചാലും ഞാൻ തരും. അത് കേട്ട് പല്ലവി പറഞ്ഞു, മുത്തശ്ശ, എനിക്ക് വേറൊന്നും വേണ്ട. അച്ഛന്റെ എഞ്ചിനീയറിംഗ് ടീമിന്റെ ചാർജ് എനിക്ക് തരണം. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ടീമാണത്. അപ്പോഴേക്കും സതീഷും രമ്യയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരുടെ മുഖം മ്ലാനമായിരുന്നു. പല്ലവിയുടെ വാക്കുകൾ കേട്ട മുത്തശ്ശൻ അവളോട് പറഞ്ഞു, ശരി മോളെ, ആ ടീമിനെ ഞാൻ നിനക്ക് തരാം. അതുപോലെ ടൗണിന് പുറത്തുള്ള എന്റെ 6 നില ബിൽഡിംഗും ഞാൻ നിനക്ക് പ്രതിഫലമായി തരുന്നു. എന്നിട്ട് മുത്തശ്ശൻ സതീഷിനോടും രമ്യയോടുമായി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത്? നമ്മുടെ കമ്പനിക്ക് വേണ്ടി വലിയൊരു കരാറാണ് പല്ലവി സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കേണ്ട ദിവസമാണെന്ന്. മുത്തശ്ശൻ കൂടി പല്ലവിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ട് രമ്യയ്ക്ക് നിയന്ത്രണം കിട്ടാതായി. അവൾ പറഞ്ഞു, പല്ലവി, എഞ്ചിനീയർമാരുടെ ടീമിന്റെ ചാർജ് നിനക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. അല്ലെങ്കിലും അവിടെ അത്രയും വലിയ കമ്പനികൾ വന്നിരിക്കുമ്പോൾ അതിൽ നിന്നും നിന്നെ വിളിച്ച് മുന്നിലിരുത്തി നിനക്ക് തന്നെ ഈ ഡീൽ തരണമെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ മോളെ. നീ ഈ ഡീൽ കിട്ടാൻ വേണ്ടി. രമ്യയുടെ വാക്ക് കേട്ട് പല്ലവിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ തല താഴ്ത്തി നിന്നു. അപ്പോൾ പെട്ടെന്ന് മുത്തച്ഛൻ മുമ്പിലേക്ക് വന്ന് രമ്യയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. എന്നിട്ട് ദേഷ്യത്തോടെ പറഞ്ഞു, എന്താടി നീ പറയുന്നത്? നിനക്കൊന്നും സംസ്കാരം ഇല്ലാതായോ? നിങ്ങളെക്കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. പല്ലവിയുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് ഇത് കിട്ടിയത്. അതിലുള്ള അസൂയ മൂലമല്ലേ നീ പറയുന്നതെല്ലാം. എന്തായാലും ഞാൻ ആ എഞ്ചിനീയർമാരുടെ ടീമിനെ പല്ലവിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്റെ തീരുമാനത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കമ്പനി വിടാം. അതും പറഞ്ഞ് മുത്തച്ഛൻ അവിടെ നിന്നും പോയി. പല്ലവിയും വേഗം അവിടെ നിന്നും ഇറങ്ങി കാറിലേക്ക് കയറി. അപ്പോൾ അവൾ അഭിയെക്കുറിച്ച് ആലോചിച്ചു. അഭി അപ്പോൾ ശരിക്കും എന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കാണിക്കുന്നുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയാതെ അവനെല്ലാം സഹിക്കും. ആരോടും പരാതിയില്ല. ശരിക്കും അച്ഛൻ പറഞ്ഞത് ശരിയാണ്. അഭി ഒരു നല്ല ഭർത്താവാണ്. പക്ഷെ ഞാൻ ഇത് മനസ്സിലാക്കാൻ 3 വർഷം എടുത്തു. എല്ലാം എന്റെ തെറ്റാണ്. പല്ലവിയുടെ മനസ്സിൽ ഒരു പുതിയ വികാരം ഉണർന്നു. അഭിയെക്കുറിച്ച് മാത്രമായി പിന്നെ അവളുടെ ചിന്ത. അവൾ മനസ്സിൽ പറഞ്ഞു, എന്തുകൊണ്ടാണെന്നറിയില്ല, അഭിയുമായുള്ള ഈ ബന്ധം നിലനിർത്താൻ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവനെ പിരിയുന്നത് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. അഭി,
നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതിന് എനിക്ക് തിരിച്ചൊന്നും തരാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇനി മുതൽ നീ എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ ഞാൻ ശ്രമിക്കും. പല്ലവിക്ക് അബിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ചുണ്ടിൽ നാണത്തോടെയുള്ള ഒരു ചിരി വിടർന്നു. അവൾ മെല്ലെ വീട്ടിലേക്ക് നീങ്ങി. അബി അന്ന് നേരത്തെ വീട്ടിലെത്തിയിരുന്നു. അവൻ വീട്ടിൽ തനിച്ചായിരുന്നു. അപ്പോൾ അബി വാസുദേവനെ വിളിച്ച് പറഞ്ഞു, എന്റെ ആ ബൈക്ക് എനിക്ക് വേണം, നാളെ തന്നെ അതിവിടെ എത്തണം. അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. അന്ന് പല്ലവിയെയും കൊണ്ട് ആ ബൈക്കിൽ പോയപ്പോൾ അവൾക്കത് ഒരുപാട് ഇഷ്ടമായി എന്നവൾ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അബി ഇപ്പോൾ അതേ ബൈക്ക് തന്നെ വേണമെന്ന് പറയുന്നത്. ദേവരാജന്റെ കാറ് കൊടുത്തിട്ടും അവൻ അതിൽ തൃപ്തി തോന്നിയില്ല. അതേസമയം വാസുദേവൻ ആലോചിക്കുകയായിരുന്നു, അബിക്ക് വേണമെങ്കിൽ ലോകത്തുള്ള ഏത് വില കൂടിയ കാറും കൊണ്ടുവരാൻ എന്നോട് ആവശ്യപ്പെടാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് പഴയ അതേ ബൈക്ക് തന്നെ വേണമെന്ന് പറയുന്നത്? ഇവനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ. പല്ലവി അപ്പോഴേക്കും വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. ഇന്ന് അവരുടെ വിവാഹ വാർഷികമായിരുന്നു. രണ്ടുപേർക്കും പരസ്പരം സർപ്രൈസ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അബി വീട്ടിൽ പല്ലവിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓരോന്നുണ്ടാക്കിക്കൊണ്ടിരുന്നു. അതേസമയം പല്ലവി ഒരു വലിയ മാളിന് മുന്നിൽ കാർ നിർത്തി. എന്നിട്ട് ഫോൺ എടുത്ത് അബിക്ക് മെസ്സേജ് അയച്ചു. ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്, ഞാൻ കുറച്ച് ലേറ്റ് ആവും. മെസ്സേജ് കണ്ടതും അബി മറുപടി അയച്ചു, ഇറ്റ്സ് ഓക്കെ, ഐ വെയിറ്റ് ഫോർ യു. മെസ്സേജ് കണ്ടതും പല്ലവിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അബി മെസ്സേജ് അയച്ചതിനു ശേഷം വീണ്ടും അവന്റെ ജോലികൾ തുടർന്നു. എന്നാൽ സമയം ഒരുപാടായിട്ടും പല്ലവിയെ കണ്ടില്ല. രാത്രി ഒരുപാട് ലേറ്റ് ആയത് കാരണം അബി ഒന്ന് ഭയന്നു. അവളുടെ ഫോണിലേക്ക് വിളിക്കാൻ നിന്നപ്പോൾ പെട്ടെന്ന് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടു. അബി വേഗം വാതിലിനടുത്തേക്ക് ചെന്നു. ഇന്നത്തെ ദിവസം എന്താണ് എന്നൊന്നും അവൾക്ക് ഓർമ്മയുണ്ടാവില്ല എന്നാണ് അവൻ ചിന്തിച്ചത്. കാരണം കഴിഞ്ഞ 2 തവണയും അവരവരുടെ വിവാഹ വാർഷികമൊന്നും ആഘോഷിച്ചിരുന്നില്ല. അബി ചെന്ന് വാതിൽ തുറന്നപ്പോൾ പല്ലവി അവിടെ നിൽക്കുന്നത് കണ്ടു. അത് കണ്ടതും അവന്റെ മുഖത്ത് ആശ്വാസത്തിന്റെ ചിരി തെളിഞ്ഞു. പല്ലവി അകത്തേക്ക് നടന്നു. അബി അവിടെ സോഫയിൽ ഇരുന്നുകൊണ്ട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അപ്പോൾ പല്ലവിയും അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, വളരെ നല്ലത്. അതും പറഞ്ഞ് പല്ലവി അബിയുടെ മുഖത്തേക്ക് നോക്കി. ഇന്ന് ആനിവേഴ്സറി ആണെന്ന് അവനും മറന്നിട്ടുണ്ടാവും എന്നാണ് അവളും ചിന്തിച്ചത്. അവനൊന്നും പറയാതെ ആയപ്പോൾ പല്ലവി പറഞ്ഞു, ആ, ഇന്നത്തെ ദിവസം വേറെ പലതും ഉണ്ടായിരുന്നു, നിനക്കത് ഓർമ്മയുണ്ടാവില്ലെന്നറിയാം, സാരമില്ല. എന്നിട്ട് പല്ലവി ബാഗിൽ നിന്ന് ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് അബിയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇതാ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പല്ലവി അവരുടെ ആനിവേഴ്സറി ഓർത്തിരുന്നു എന്നത് കണ്ടപ്പോൾ അബിക്ക് അത്ഭുതം തോന്നി. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.